ഹലോ എവരി വൺ, ഏവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് മെമ്മറിയുടെ ബാക്കി ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓർമ്മ എന്നതിൻ്റെ മറുവശമാണ് മറവി, അല്ലേ? ഓർമ്മയുടെ നേരെ വിപരീതമാണ് മറവി അഥവാ ഫോഗറ്റിംഗ്. സോ ഫോഗറ്റിംഗ് എന്നുള്ളത് നമുക്കുണ്ടാകാൻ പാടില്ല നമുക്ക് ശാഠ്യം പിടിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യരാകുമ്പോൾ ഓർമ്മ ഉള്ളതുപോലെ തന്നെ മറവി ഉണ്ടാകും. പക്ഷെ മറവി ഒരു പരിധിയോളം നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം, ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും, അല്ലേ? മനുഷ്യ സഹജമായിട്ടുള്ള മറവി ഓക്കെയാണ്, പക്ഷേ ഒരു പരിധിയിൽ അപ്പുറമായി കഴിഞ്ഞാൽ മറവി നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. സോ നമുക്ക് നോക്കാം എന്താണ് മറവി എന്നും മറവി എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം എന്താണ് ഫോഗറ്റിംഗ് എന്ന് നോക്കാം. ഫോഗറ്റിംഗ് മീൻസ് എ ഫെയിലിയർ ടു റീകോൾ എ ഫാക്ട്, ആൻ ഐഡിയ ഓർ എ ഗ്രൂപ്പ് ഓഫ് ഐഡിയാസ്. നമുക്കറിയുന്ന ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു ആശയം ഓർത്തെടുക്കാൻ കഴിയാതെ വരുന്നതിനാണ് മറവി, അല്ലേ? എ ഫെയിലിയർ ടു റീകോൾ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും ഒതുക്കി പറയാം. മറവി എന്ന് പറഞ്ഞാൽ എ ഫെയിലിയർ ടു റീകോൾ, ഓർത്തെടുക്കാൻ കഴിയാതെ വരിക. എന്തോർത്തെടുക്കാൻ കഴിയാതെ വരിക? എന്തായിരുന്നാലും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുള്ള ഏതൊരു കാര്യം ഓർത്തെടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് മറവി എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ദ വീക്കനിങ് ഓഫ് ദ ബോൺസ് ദാറ്റ് വേവ് ഫോംഡ് ഇൻ ലേണിംഗ്. മറവി സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾക്കിടയിലുള്ള ബന്ധം നഷ്ടമാകുമ്പോഴാണ്. പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കിടയിലുള്ള ബന്ധം നഷ്ടമാകുമ്പോഴാണ് മറവി സംഭവിക്കുന്നത്. മെമ്മറി തിയറി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ച സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പഠനം, ഓർമ്മ എന്നൊക്കെ പറയുമ്പോൾ അത് വെറും സൈക്കോളജിക്കൽ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ബയോളജിക്കലി ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട്. സോ നമ്മുടെ മൈൻഡിൽ, ദെൻ നമ്മുടെ ബ്രെയിനിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു ബോണ്ടിങ്, മൈൻഡ് നമുക്ക് കൃത്യമായിട്ടും അതെവിടെയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. ദെൻ ബ്രെയിന് കൃത്യമായിട്ടും ഒരു ബയോളജിക്കൽ ലൊക്കേഷൻ ഉണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ മൈൻഡിലും ബ്രെയിനിലും ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ, പഠനത്തിലൂടെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, ഒരു ബന്ധമുണ്ടാകുന്നു. ഈ ഒരു ബോണ്ടിങ് വീക്കണാകുമ്പോൾ മറവി സംഭവിക്കുന്നു. ഓക്കെ അല്ലേ? സോ മറവിയുടെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻസ് ഒന്ന് രണ്ട് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം. ഫോർഗെറ്റിംഗ് ഈസ് ദ ലോസ് ഓർ പെർമനന്റ് ഓർ ടെമ്പററി ഓഫ് ദ എബിലിറ്റി ടു റിക്കോൾ ഓർ റെക്കഗ്നൈസ് സംതിങ് ലേൺഡ് ഏർലിയർ. നമ്മൾ മുന്നേ പഠിച്ചൊരു കാര്യം ഓർത്തെടുക്കാനോ തിരിച്ചറിയാനോ, എന്താണ് റീകോൾ, എന്താണ് റെക്കഗ്നൈസ് എന്ന് ഓർമ്മയില്ലേ? ഒരു കാര്യം പൂർണ്ണമായിട്ടും ഓർത്തെടുക്കുന്നതിനാണ് റീകോൾ എന്ന് പറയുന്നത്. റെക്കഗ്നൈസ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ള വസ്തു നമ്മുടെ ഓർമ്മയിലുള്ളത് തന്നെയാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നതിനാണ് റെക്കഗ്നൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മുന്നേ പഠിച്ചൊരു കാര്യത്തെ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാതെ വരിക. ആ കഴിയാതെ വരുന്നത് ചിലപ്പോൾ പെർമനൻ്റ് ആകാം, അല്ലെങ്കിൽ ടെമ്പററി, അല്ലെ? മറവി എന്നൊന്നും മറന്നു പോകാം. ചിലപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ ഓർമ്മയുണ്ടാവില്ല, കുറേ കഴിയുമ്പോൾ നമുക്കത് ഓർമ്മയിൽ വരും, അല്ലേ? അപ്പോൾ ടെമ്പററി ആകാം, പെർമനൻറ്റും ആകാം എന്നാണ് മ്യൂൺ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ദെൻ മറ്റൊരു ഡെഫിനിഷനിലേക്ക് വരാം. ഫോർഗെറ്റിംഗ് മീൻസ് ഫെയിലിയർ ടു എനി ടൈം ടു റീകോൾ ആൻ എക്സ്പീരിയൻസ് വെൻ അറ്റംപ്റ്റിംഗ് ടു ഡു സോ ഓർ ടു പെർഫോം ആൻ ആക്ഷൻ പ്രീവിയസ്ലി ലേൺഡ്. നേരത്തെ പറഞ്ഞതുപോലെ മുന്നേ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നൊരു സാഹചര്യം വരുമ്പോൾ അത് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയാതെ വരിക. കണ്ടില്ലേ? എല്ലായിടത്തും ഉള്ളത് ഫെയിലിയർ ടു റീകോൾ എന്നൊരു ടേം എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയാതെ വരിക, നമുക്ക് ആവശ്യമുള്ള സാഹചര്യത്തിൽ അത് ഓർത്തെടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മറവി എന്ന് പറയുന്നത്. ഇത് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഡെഫിനിഷനാണ്. സെറ്റ് അല്ലേ? അപ്പോൾ മറവി വളരെ സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. ഫെയിലിയർ ടു റീകോൾ. മറവി എത്ര തരത്തിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഫോർഗെറ്റിംഗ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് റിമെമ്പറിങ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഓർക്കുക എന്നതിൻ്റെ നേരെ വിപരീതമാണ് മറവി. ആൻഡ് എസെൻഷ്യലി എ ഫെയിലിയർ ഇൻ ദ എബിലിറ്റി റീപ്രൊഡ്യൂസ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് ഒരു കാര്യം റീപ്രൊഡ്യൂസ് ചെയ്യുക, റീകോൾ ചെയ്യാൻ കഴിയാതെ വരുന്നതിനാണ് മറവി എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ നാച്ചുറൽ ഫോർഗെറ്റിംഗ് ആൻഡ് മോർബിഡ് ഫോർഗെറ്റിംഗ്. നമുക്കിതിന് രണ്ട് തരത്തിലുള്ള മറവി എന്ന് പറയാം. നാച്ചുറൽ, പ്രകൃതിദത്തമായിട്ടുള്ള മറവി. മോർബിഡ് ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ അബ്നോർമൽ, അസാധാരണമായിട്ടുള്ള മറവി. അപ്പം മറവി രണ്ട് തരത്തിലുണ്ട്, നാച്ചുറൽ, മോർബിഡ്. മോർബിഡിൻ്റെ മറ്റൊരു പേരാണ് അബ്നോർമൽ. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ആദ്യം നമുക്ക് നാച്ചുറൽ ഫോർഗെറ്റിംഗ് നോക്കാം. ഫോർഗെറ്റിംഗ് ഒക്കേഴ്സ് വിത്ത് ലാപ്സ് ഓഫ് ടൈം in a quite normal way without any intention of forgetting on the part of the individual.
നാച്ചുറൽ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ മനഃപൂർവ്വം മറക്കുന്നതല്ല. ഒരു കാര്യം പഠിച്ചു വെച്ചിട്ട് ഒരു നിശ്ചിത ഗ്യാപ്പ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് മറന്നു പോകും അല്ലേ. നിങ്ങൾക്കിപ്പോൾ 10ാം ക്ലാസ്സിൽ +2 പഠിച്ച ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. പ്രത്യേകിച്ച് നേഴ്സുമാരായിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട, ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. അത് നിങ്ങൾക്ക് സംഭവിച്ച സ്വാഭാവികമായിട്ടുള്ള മറവിയാണ്. കാരണം നിങ്ങളൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് അല്ലേ, ഒരു സമയം അവിടെ പോയിട്ടുണ്ട്, സമയം കടന്നു പോയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ മറക്കുക എന്നുള്ളത് വളരെ നോർമലാണ്. മറക്കാനായിട്ട് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലേ, അത് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് ഫോർഗെറ്റിംഗ്. നിങ്ങൾ മറക്കാൻ ഉദ്ദേശിച്ചത് മറന്നതല്ല, സ്വാഭാവികമായിട്ട് മറന്നുപോയതാണ്. അപ്പോൾ ഓർക്കുക, നാച്ചുറൽ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് സമയം കടന്നു പോകുന്നതിനനുസരിച്ച് മറവി ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ മറവി ഒരാൾ സ്വയം ഉദ്ദേശിച്ചുണ്ടാകുന്ന മറവിയല്ല, അതല്ലാതെ സ്വാഭാവികമായിട്ട് നടന്ന് പോകുന്ന മറവിയാണ്. സോ ഇത് നാച്ചുറൽ ഫോർഗെറ്റിംഗ് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നതാണ് അല്ലേ. ഒരു വ്യക്തിയെ തന്നെ, നമ്മുടെ ഒരു ഫ്രണ്ടിനെ തന്നെ കുറേ വർഷം കഴിഞ്ഞ് കണ്ടുമുട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പേര് ഓർമ്മ വരില്ല, അത്ര അടുത്തൊരു സുഹൃത്തല്ല എങ്കിൽ. സോ അതെല്ലാം നമ്മൾക്ക് സ്വാഭാവികമായിട്ട് നടക്കുന്ന മറവിയാണ്. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ മറവിയാണ് ഫോർഗെറ്റിംഗ്, മോർബിഡ് ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ അബ്നോർമൽ ഫോർഗെറ്റിംഗ്. അപ്പോൾ നേരത്തെ അത് നാച്ചുറൽ ഫോർഗെറ്റിംഗ് ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് മറക്കുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പേഴ്സൺ ഡെലിബറേറ്റ്ലി ട്രൈസ് ടു ഫോർഗെറ്റ് സംതിങ്. നമ്മൾ ചില കാര്യങ്ങൾ മറക്കാൻ ഉദ്ദേശിക്കുന്നു. ഡെലിബറേറ്റ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശത്തോട്, പർപ്പസ്ഫുള്ളി, ഉദ്ദേശത്തോടുകൂടി, മറക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചില കാര്യങ്ങൾ മറക്കാൻ ഉദ്ദേശിക്കുന്നതിന് ഫോർഗെറ്റിംഗ്, മോർബിഡ് ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ അബ്നോർമൽ ഫോർഗെറ്റിംഗ് എന്ന് പറയാം. ഇതിനെ മറ്റൊരു തരത്തിൽ വേണമെങ്കിൽ റിപ്രഷൻ എന്നൊക്കെ പറയാം. നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള റിപ്രസ്ഡ് മെമ്മറി. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു കാര്യം അത് റിപ്രഷൻ, അതിനോട് ചെറിയ സാമ്യം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. റിപ്രസ്ഡ് മെമ്മറി ഇതുമായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നാം ഉദ്ദേശിച്ചുകൊണ്ട് മറക്കാൻ ശ്രമിക്കുന്നതിന് അബ്നോർമൽ ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ മോർബിഡ് ഫോർഗെറ്റിംഗ്. ഇപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ നമ്മൾ മനഃപൂർവ്വം മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ചില റിലേഷൻസ്, ചില വ്യക്തികളെ മനഃപൂർവ്വം മറക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള മറവിയുടെ പേര് അബ്നോർമൽ അല്ലെങ്കിൽ മോർബിഡ് ഫോർഗെറ്റിംഗ് എന്നാണ്. സെറ്റ് അല്ലേ. സോ ഫോർഗെറ്റിംഗ് രണ്ട് തരത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഒന്ന് പർപ്പസ്ഫുള്ളി നടക്കുന്നത്, അത് മോർബിഡ് ഫോർഗെറ്റിംഗ് ആണ്. മറ്റൊന്ന് സമയം കടന്നു പോകുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടുള്ള മറവി, അത് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് മറക്കുന്നതല്ല, അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അക്കോർഡിംഗ് ടു എ സർട്ടൺ വ്യൂ, ഫോർഗെറ്റിംഗ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു. അപ്പോൾ ഇവിടെ ഫോർഗെറ്റിങ്ങിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി പല അഭിപ്രായം അനുസരിച്ച് ഫോർഗെറ്റിനെ വീണ്ടും വ്യത്യസ്തമായിട്ട് തരംതിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു സർട്ടൺ വ്യൂ, ഫോർഗെറ്റിംഗ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഇങ്ങനെയും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ഇനി താഴെ പറയുന്നത് പോലെ ജനറൽ ഫോർഗെറ്റ്ഫുൾനെസ്. ജനറൽ ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ വൺ സഫേഴ്സ് എ ടോട്ടൽ ലോസ് ഇൻ വൺസ് റിക്കോളിംഗ് സം പ്രീവിയസ് ലേണിംഗ്. ഒരു കാര്യം ഓർക്കുന്നതിൽ പൂർണ്ണമായിട്ടും പരാജിതരാകുന്നതാണ്. വൺ സഫേഴ്സ് എ ടോട്ടൽ ലോസ് ഇൻ വൺസ് റിക്കോളിംഗ് സം പ്രീവിയസ് ലേണിംഗ്. മുമ്പ് പഠിച്ച കാര്യം, ഇപ്പോൾ ഒരു തിയറി നമ്മളോട് ചോദിക്കുന്നു, നമുക്ക് ഒട്ടും ഓർമ്മ വരുന്നില്ല. ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങൾ ചോദിക്കുകയാണ്, നമുക്ക് 3ഉം തീർത്തും ഓർമ്മ വരുന്നില്ല. അതാണ് ജനറൽ ഫോർഗെറ്റ്ഫുൾനെസ്. വൺ സഫേഴ്സ് എ ടോട്ടൽ ലോസ്, പൂർണ്ണമായിട്ടും ഒരാൾ മറക്കുന്നു. ഓർമ്മ പൂർണ്ണമായിട്ട് മറക്കുന്നതിനാണ് ജനറൽ ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മൊത്തത്തിൽ മറന്നു പോകുക കേട്ടോ. ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങൾ ചോദിക്കുന്ന സമയത്ത് 3 നമുക്ക് ഓർമ്മ വരുന്നില്ല. അത് ജനറൽ ഫോർഗെറ്റ്ഫുൾനെസ്സിന് ഉദാഹരണമാണ്. ഇനി സ്പെസിഫിക് ഫോർഗെറ്റ്ഫുൾനെസ്സിന് ഉദാഹരണം, ദ ഇൻഡിവിജ്വൽ ഫോർഗെറ്റ്സ് ഓൺലി വൺ ഓർ എ സ്പെസിഫിക് പാർട്ട് ഓഫ് ഹിസ് ഏർലിയർ ലേണിംഗ്. മുന്നേ പഠിച്ചതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മറന്നു പോകുന്നു അല്ലേ. കുറച്ച് കാര്യങ്ങൾ, സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നിലധികം കാര്യമോ മാത്രം മറന്നു പോകുന്നതിനാണ് സ്പെസിഫിക് ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത്. നേരത്തെ ചോദിച്ചതുപോലെ ന്യൂട്ടൻ്റെ ചലന നിയമം ചോദിക്കുന്ന സമയത്ത് 1ഉം 2ഉം അറിയാം, 3ആമത്തെ കിട്ടുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ജനറൽ ആകുമ്പോൾ മൊത്തത്തിൽ മറക്കുക. ഒരു കാര്യം മൊത്തത്തിൽ മറന്നു പോകുന്നത് ജനറൽ ഫോർഗെറ്റ്ഫുൾനെസ്സും, എന്നാൽ അതിലെ ഒരു നിശ്ചിത ഭാഗം മാത്രം മറന്നു പോകുന്നത് സ്പെസിഫിക് ഫോർഗെറ്റ്ഫുൾനെസ്സും ആണ്. അത് സെറ്റല്ലേ. ദെൻ വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ പല വ്യൂ പോയിന്റിൽ, ഈ ക്ലാസിഫിക്കേഷൻ പല വ്യൂ പോയിന്റിലാണ് വരുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് മറക്കാൻ മറക്കുന്നത് നമ്മുടെ ഇൻറ്റൻഷൻ, പർപ്പസ് പ്രകാരമാണോ അല്ലയോ എന്നതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് നാം
മറക്കുന്നത് എത്രത്തോളം എന്നതിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ്. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ഫോർഗറ്റ്ഫുൾനെസ്. ഫിസിക്കൽ ഫോർഗറ്റ്ഫുൾനെസ്, one loses his memory on account of factors like age, disease, biological malfunctioning of the brain and nervous system, accidents, consumption of liquor or other ഇൻടോക്സിക്കേറ്റിംഗ് മെറ്റീരിയൽസ് എക്സെട്ര. അപ്പോൾ ഫിസിക്കൽ ഫോർഗറ്റ്ഫുൾനെസ് ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബയോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സാണ് ഇതിന് പിന്നിൽ വരുന്നത്. അപ്പോൾ ഒരാളുടെ പ്രായം, ഒരാൾക്കുണ്ടാകുന്ന അസുഖം, അയാൾക്കുണ്ടാകുന്ന തലച്ചോറിലെ മാൽ ഫങ്ഷനിങ്, ബയോളജിക്കൽ മാൽ ഫങ്ഷനിങ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം, നാഡി വ്യവസ്ഥയിലോ മസ്തിഷ്കത്തിലോ ഉണ്ടാകുന്ന ചില തകരാറ്, അപകടം, ആക്സിഡൻസ്, കൺസപ്ഷൻ ഓഫ് ലിക്കർ, മദ്യപാനം, ഓർ അതർ ഇൻടോക്സിക്കേറ്റിംഗ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ അതേപോലുള്ള ലഹരി വസ്തുക്കൾ ഉള്ളിലേക്ക് പോവുക, ഇതെല്ലാം മറവിയുടെ ഒരു കാരണമാണ്. ഇതെല്ലാം ഫിസിക്കലി ഉണ്ടാകുന്ന ചില തകരാറുകളാണ്. അപ്പോൾ ഫിസിക്കൽ ഫാക്ടേഴ്സ് കാരണം ഉണ്ടാകുന്ന മറവിയാണ് ഫിസിക്കൽ ഫോർഗറ്റ്ഫുൾനെസ്. അപ്പോൾ ആ ഒരു പേരിൽ തന്നെ നമുക്ക് കിട്ടും. സെറ്റല്ലേ? ഇനി സൈക്കോളജിക്കൽ ഫോർഗറ്റ്ഫുൾനെസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി അതിനുള്ള കാരണം സൈക്കോളജിക്കലാണ് എന്ന് മനസ്സിലായി കേട്ടോ. ഈ പോയിന്റ് ആവശ്യമില്ല, ഇതിങ്ങോട്ട് തന്നെയാണ് കേട്ടോ. സൈക്കോളജിക്കൽ ഫോർഗറ്റ്ഫുൾനെസ്, വൺ ലോസസ് ഹിസ് മെമ്മറി ഓൺ അക്കൗണ്ട് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് സ്ട്രെസ്, ആൻസൈറ്റി, കോൺഫ്ലിക്ട്സ്, temper, provocation, lack of interest, apathy, repression or similar other emotional and psychic difficulties. ഒരാളുടെ മറവിയുടെ കാരണം മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു കാരണമാണ് എങ്കിൽ അയാൾക്കുണ്ടാകുന്ന ഉത്കണ്ഠ, സ്ട്രെസ്, സംഘർഷം, അതേപോലെ പ്രകോപനം, താല്പര്യക്കുറവ്, അപ്പതി എന്ന് പറഞ്ഞാൽ സിമ്പതിയുടെ നേരെ ഓപ്പോസിറ്റാണ്, അനുകമ്പ ഇല്ലായ്മ, റിപ്രഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്രഷൻ പോലുള്ള വൈകാരികമോ അതുപോലുള്ള മാനസിക പ്രശ്നങ്ങളോ കാരണം ഉണ്ടാകുന്ന മറവിയാണ് സൈക്കോളജിക്കൽ ഫോർഗറ്റ്ഫുൾനെസ്. അപ്പോൾ ഇവിടെ ഫിസിക്കൽ റീസൺസ് കാരണമായിട്ട് വരുന്നുവെങ്കിൽ ഫിസിക്കൽ ഫോർഗറ്റ്ഫുൾനെസ്, സൈക്കോളജിക്കലോ മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളായിട്ടുണ്ടാകുന്ന മറവി എങ്കിൽ സൈക്കോളജിക്കൽ ഫോർഗറ്റ്ഫുൾനെസ്. സെറ്റല്ലേ? ഇനി മറവി ഉണ്ടാകാനുള്ള ചില കാരണങ്ങൾ നമുക്ക് നോക്കാം. ഞാനത് പോയിന്റ് ആയിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടാകുന്നുള്ളൂ. ഇൻഅഡ്യൂക്കേറ്റ് ഇംപ്രഷൻ വൈൽ ലേണിംഗ്, പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും അത് നമ്മുടെ ഓർമ്മയിൽ പതിയാതെ വരിക, അല്ലെ? ഇൻഅഡ്യൂക്കേറ്റ് ഇംപ്രഷൻ കൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടില്ല എങ്കിൽ അത് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അലസമായി ക്ലാസ് കേൾക്കുന്നു എങ്കിൽ ഇംപ്രഷൻ കൃത്യമായിട്ട് ഉണ്ടാകില്ല. സോ ഈ ക്ലാസ് കേൾക്കുന്ന കാര്യം നിങ്ങൾ മറക്കാൻ സാധ്യത കൂടുതലാണ്. ദെൻ ലാപ്സ് ഓഫ് ടൈം, സമയം അഥവാ ഒരു ഗ്യാപ്പ് ഉണ്ടാവുക. നമ്മൾ പഠിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായി, റിവിഷൻ ചെയ്തിട്ടുമില്ല. നമ്മൾ റിവിഷൻ ചെയ്യുന്നത് ഈ ഒരു ഗ്യാപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ സമയം കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞു പോയാലും മറവി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ ഇൻറ്റർഫറൻസ് ഓഫ് അസോസിയേഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കാര്യം പഠിച്ചു, രണ്ടാമത് മറ്റൊരു കാര്യം പഠിച്ചു. അപ്പോൾ രണ്ടാമത് പഠിച്ച കാര്യം ഈ ആദ്യം പഠിച്ച കാര്യത്തോട് സിമിലർ ആയിട്ടോ അല്ലെങ്കിൽ കോൺട്രാഡിക്റ്ററി ആയിട്ടുള്ള കാര്യമോ ആണ് എങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിട്ട് രണ്ട് തമ്മിൽ ക്ലാഷ് ആയി ഏതെങ്കിലും ഒന്ന് മറന്നു പോകും. അതിനാണ് ഇൻറ്റർഫറൻസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മാത്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കുന്ന ഇക്വേഷൻ നമ്മൾ സെറ്റാക്കി പഠിക്കും. രണ്ടാമത്തെ ഇക്വേഷൻ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ അങ്ങോട്ട് മറന്നു പോകും, അല്ലെ? a+b+ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഇക്വേഷൻസ് ഉണ്ടല്ലോ. ആ ഇക്വേഷൻസിലും ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം പഠിച്ചത് മാത്രമായിരിക്കും ഓർമ്മ ഉണ്ടാവുക, അല്ലെങ്കിൽ അവസാനം പഠിച്ചത് മാത്രമായിരിക്കും ഓർമ്മ ഉണ്ടാകുക. സോ ഈ ഒരു ഇക്വേഷൻസ് തമ്മിലുള്ള എല്ലാത്തിലും എയും ബിയും സി ഒക്കെയാണ് വരുന്നത്, അല്ലേ? അപ്പോൾ 2ab ആണോ, ab² ആണോ, ab- ആണോ, a+b ആണോ, b+b ആണോ, b+c ആണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അവിടെ എല്ലാം അസോസിയേഷൻ, മുന്നേ പഠിച്ചതും പിന്നാലെ പഠിച്ചതും തമ്മിലുള്ള ഈ ഒരു അസോസിയേഷൻ ചിലപ്പോൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചതോ രണ്ടാമത് പഠിച്ചതോ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതിനാണ് ഇൻറ്റർഫറൻസ് ഓഫ് അസോസിയേഷൻ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റർഫറൻസിനെ കുറിച്ച് വീണ്ടും പറയും. ദെൻ റൈസ് ഓഫ് ഇമോഷൻസ് റൈസ് ആയാൽ, അഥവാ നമുക്ക് ഓവർ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഓവർ സാഡ്നെസ്, ഇമോഷൻസ് എക്സ്ട്രീം ആയിരിക്കുന്ന സമയത്ത് പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാകുമ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫുള്ളും ഒന്ന് അറൗസ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ മാറിപ്പോകും. നമുക്ക് ഒബ്സർവേഷനുള്ള കഴിവ് അല്ലെങ്കിൽ അറ്റൻഷനുള്ള കഴിവ് താൽക്കാലികമായിട്ടൊന്ന് കുറയും.
അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കുക, ഏതൊരു ഇമോഷൻ, സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ, ഇമോഷൻസ് എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന സമയത്ത് കാര്യങ്ങൾ പഠിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കരുത് എന്ന്. കാരണം ദേഷ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇമോഷൻ അങ്ങ് അറൗസ് ചെയ്യാണ്. ആ സമയത്ത് എടുക്കുന്ന ഡിസിഷനിൽ തെറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ചിന്തിക്കാതെ ആയിരിക്കും ഡിസിഷൻ എടുക്കുക. അതുകൊണ്ടാണ് സൈക്കോളജിക്കലി പറയുക, ഒരിക്കലും നമ്മൾ സന്തോഷം കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യം കൂടുന്ന സമയത്തൊന്നും തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന്. സെറ്റല്ലേ? ദെൻ പൂർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. നേരത്തെ പറഞ്ഞ ഫോർഗെറ്റ്ഫുൾനെസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ. അപ്പോൾ നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും മറവിയെ ബാധിക്കുന്നുണ്ട്. ദെൻ ഇൻ അഡ്വക്കേറ്റ് പ്രാക്ടീസ്. കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട് എങ്കിൽ മറവി സംഭവിക്കില്ല. അപ്പോൾ പ്രാക്ടീസ് ഇല്ലാതെ വന്നാൽ മറവി സംഭവിക്കുന്നു. അഥവാ റിവൈസ് ചെയ്യാതിരിക്കുന്നാൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് മറവി സംഭവിക്കുന്നു. ദെൻ ഫൊട്ടീഗ് ആൻഡ് ലോങ് ഇൽനെസ് എന്നല്ല, ലോങ് ഇൽനെസ്. തളർച്ചയും അതേപോലെ ദീർഘകാലം ഉണ്ടാകുന്ന അസുഖവും, അല്ലെ, വിടാതെ നമുക്ക് ഏതെങ്കിലും അസുഖം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എപ്പോഴും അവശതയാണ്. അപ്പോൾ അവശനായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ വിശപ്പ് മാറ്റിയിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പഠിക്കാൻ പാടുള്ളൂ. ഈ വിശപ്പ് കാരണം നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ദെൻ ഫോഴ്സസ് ഓഫ് ഡിസ്ട്രാക്ഷൻ, നമ്മുടെ ശ്രദ്ധയെ തെറ്റിച്ച് കളയുന്ന ഡിസ്ട്രാക്ഷൻസ് ചുറ്റുമുണ്ട് എങ്കിൽ മറവി ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ദെൻ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പേർപ്പസ്. താല്പര്യമില്ല, അല്ലെങ്കിൽ പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അപ്പോൾ ലക്ഷ്യമില്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറക്കും. താല്പര്യമില്ലാതെ പഠിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് മറക്കുന്നതാണ്. ദെൻ ലാക്ക് ഓഫ് വില്ലിങ്നെസ്, സന്നദ്ധ, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകണം, വില്ലിങ്നെസ് ഉണ്ടാകണം എന്നൊക്കെ പല തിയറിയിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ വില്ലിങ്നെസ് ഇല്ല എങ്കിൽ പെട്ടെന്ന് മറന്നു പോകും. ഇൻറ്റൻഷൻ ടു ലേൺ ഓർ റിക്കോൾ, പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല പഠിക്കുന്നത് എങ്കിലും പെട്ടെന്ന് അവിടെ മറവി സംഭവിക്കുന്നുണ്ട്. ദെൻ അൺഫേവറബിൾ സിറ്റുവേഷൻസ് ഓർ കണ്ടീഷൻസ് അറ്റ് ദ ടൈം ഓഫ് ലേണിംഗ് ആൻഡ് റീപ്രൊഡക്ഷൻ. പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓർത്തെടുക്കുന്ന സമയത്ത് നമ്മുടെ സിറ്റുവേഷൻസ് അനുകൂലമല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഓർത്ത് വെക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഓർമ്മയെ നമ്മളൊരു കാര്യം ഓർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഓർക്കാതിരിക്കാൻ, അതാണ് ചില മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ എതിർഭാഗത്തെ ടീം എന്തെങ്കിലും ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പുറത്തെ ടീം എന്ത് ചെയ്യും, ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതും എന്തിന് കാരണമാകും? മറവി പെട്ടെന്ന് സംഭവിക്കാനും കാരണമാകുന്നു. അപ്പോൾ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ അനുകൂല സാഹചര്യം ഇല്ലെങ്കിലും മറവി ഉണ്ടാകുന്നു. സെറ്റല്ലേ? ദെൻ അടുത്തത് തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ്. മറവിയുടെ ചില നിയമങ്ങളാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. സോ കൃത്യമായിട്ടും ഓർത്തിരിക്കുക, തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ്. Forgetting is caused by an inability to access information that is represented in memory. നമ്മുടെ ഓർമ്മയിലുള്ള കാര്യം കൃത്യമായിട്ടും ആക്സസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് മറവി ഉണ്ടാകുന്നത്, അല്ലേ? നമ്മുടെ ഓർമ്മയിൽ ചിലപ്പോൾ കാര്യങ്ങൾ ഇരിപ്പുണ്ടാവും. നമ്മൾ ഒരു കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ടാകും, അത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കുന്നുണ്ടാകും. പക്ഷെ അത് കൃത്യമായിട്ടും അവിടെ ചെന്ന് എടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മറവി ഉണ്ടാകുന്നത്. സോ ഫോർഗെറ്റിംഗ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ഫോളോയിങ് തിയറീസ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ ഓർമ്മയിലുള്ള കാര്യം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫോർഗെറ്റിംഗ് തിയറിയെ ഒരു 2-3 തിയറീസ് ആയിട്ട് പറയാം. അതിൽ ഒന്നാമത്തെ തിയറിയാണ് ട്രേസ് ഡിക്കേ തിയറി. പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിയറീസ്. ട്രേസ് ഡിക്കേ തിയറി. അക്കോർഡിംഗ് ടു മെനി സൈക്കോളജിസ്റ്റ്, ടൈം ഈസ് ദ കോസ് ഓഫ് മച്ച് ഫോർഗെറ്റിംഗ്. അധിക മനഃശാസ്ത്രജ്ഞരും പറയുന്നത് കുറേ സമയം കഴിയുമ്പോൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാന കാരണം അത് അന്ന് പഠിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ സമയം കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് മറന്നു പോകും. അപ്പോൾ സമയം കടന്നു പോവുക എന്നുള്ളത് മറവിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടാണ് മിക്ക മനഃശാസ്ത്രജ്ഞരും പറയാറുള്ളത്. സോ വാട്ട് ഈസ് ലേൺഡ് ഓർ എക്സ്പീരിയൻസ്ഡ് ഈസ് ഫോർഗെറ്റൻ വിത്ത് എ ലാപ്സ് ഓഫ് ടൈം. നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് സമയം കടന്നു പോകുന്നതിനനുസരിച്ച് നമ്മൾ മറന്നു പോകുന്നു. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു സംഗതിയാണ്. സോ ദ കോസ് ഓഫ് സച്ച് നാച്ചുറൽ ഫോർഗെറ്റിംഗ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ത്രൂ എ പ്രോസസ് നോൺ ആസ് ഡിക്കേ ഓഫ് ദ മെമ്മറി ട്രൈസ്. അപ്പോൾ ഈ ഒരു സമയം കടന്നു പോകുന്നതിനനുസരിച്ച് നമ്മൾ മറക്കുന്നതിന് ഡിക്കേ ഓഫ് ദ മെമ്മറി ട്രൈസ്. അപ്പോൾ ലാപ്സ് ഓഫ് ടൈം, സമയം കടന്നു പോകുന്നതിനനുസരിച്ച് നമ്മളൊരു കാര്യം മറക്കുന്നതിന് കാരണം
ഡീകേ ഓഫ് ദ മെമ്മറി ട്രൈസ്. ഡീകേ ഓഫ് ദ മെമ്മറി ട്രൈസ്. ട്രൈസ് എന്ന് പറയുമ്പോൾ ഒരു പാടാണ് അല്ലേ, ഓർമ്മയുടെ ഒരു പാട്. ഡീകേ എന്ന് പറഞ്ഞാൽ അത് നശിച്ചു പോവുക. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, അതിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സമയം കടന്നു പോകുമ്പോൾ നാം ഒരു കാര്യം മറക്കാനുള്ള കാരണം ട്രൈസ് ഡീകേ ആണ്, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി ട്രൈസ് നശിച്ചു പോകുന്നതാണ്. അപ്പോൾ മെമ്മറിയിൽ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് ഒരു ട്രൈസ് ഉണ്ടാകുന്നു, ഒരു മാർക്ക് ഉണ്ടാകുന്നു, ഒരു എൻഗ്രെയിൻ ഉണ്ടാകുന്നു എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു മാർക്ക് ഉണ്ടാകുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രേസ് ഉണ്ടാകുന്നു. അപ്പോൾ സമയം കടന്നു പോകുന്നതനുസരിച്ച് ആ ഒരു ട്രേസ് മാഞ്ഞു പോകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ കാര്യം മറന്നു പോകും. ഇത് തന്നെയാണ് ഈ ഒരു ട്രേസ് ഡീകേ തിയറിയിൽ പറയുന്നത്. സോ ഇറ്റ് സേസ് ദാറ്റ് learning results in neurological changes leaving certain types of memory traces or engrams in the brain. ബ്രെയിനിൽ ചില മെമ്മറി ട്രേസസ്, ചില എൻഗ്രാംസ് പഠനം കാരണമായിട്ടുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. സോ ന്യൂറോളജിക്കൽ ചേഞ്ചസ്, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ചില ചുളിവുകൾ, മടവുകൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്തൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്ന സാധനമല്ല. കുറേ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഒരു എൻഗ്രാം എവിടെ ഇരിക്കുന്നു, ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വെച്ച ഈ ഒരു തിയറി ഏത് ചുളിവിലാണുള്ളത്, ഏത് ട്രൈസിലാണുള്ളത്, ഇതൊന്നും നമുക്ക് കൃത്യമായിട്ടൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, പരീക്ഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ മെമ്മറിയിൽ ചില ട്രൈസസ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ചില ട്രേസസ് അല്ലെങ്കിൽ എൻഗ്രാംസ്, കൃത്യമായിട്ടും പഠിച്ചു വെക്കുക, ബ്രെയിനിൽ ചില എൻഗ്രാമുകൾ ഉണ്ടാകുന്നു പഠനത്തിൻ്റെ റിസൾട്ടായിട്ട്. ഓക്കെ അല്ലേ? പഠിക്കുന്ന സമയത്ത് ഈ ഒരു എൻഗ്രാം, ഈ ട്രേസ് ഉണ്ടാക്കാനുള്ള കാരണം ന്യൂറോളജിക്കൽ ചേഞ്ചസ് ആണ്. നമ്മുടെ നാഡീ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ബ്രെയിനിൽ എൻഗ്രാംസ് അല്ലെങ്കിൽ ട്രേസസ് ഉണ്ടാകുന്നു. വിത്ത് ദ പാസ് ഓഫ് ടൈം ദിസ് മെമ്മറി ട്രേസസ് ഓഫ് ലേണിംഗ് ഇംപ്രഷൻസ് ഗെറ്റ് വീക്കർ ആൻഡ് വീക്കർ and finally fade away through disuse. അപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത്, സമയം കടന്നു പോകുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നു? പതിയെ മാഞ്ഞു പോകുന്നു. ഇപ്പം നമ്മൾ കുമ്മായം ഉപയോഗിച്ച ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ ചോക്ക് ഉപയോഗിച്ച് നമ്മൾ ഡെസ്കിൽ ഇങ്ങനെ രജിസ്റ്റർ നമ്പർ എഴുതി വെക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാഞ്ഞു പോകില്ലേ? സ്വാഭാവികമായിട്ട് അത് മാഞ്ഞു പോകും. അതേപോലെ തന്നെയാണ് ഇതോ. നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാകുന്ന ട്രേസ് നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ സാവധാനത്തിൽ അത് മാഞ്ഞു പോകുന്നു. അപ്പോൾ നമുക്ക് ഡിസ്യൂസ് തിയറി എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം അല്ലേ. ഉപയോഗിക്കാതിരിക്കുന്ന സമയത്താണ് ഈ ഒരു മറവി സംഭവിക്കുന്നത്. സോ ഇറ്റ് ലീഡ്സ് us to conclude that older and experienced the weaker its memory. അപ്പോൾ ഇത് പറയുന്നത്, ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, കുറേ നാൾക്ക് മുന്നേ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? മറക്കും. അപ്പോൾ ഏറ്റവും ഏർലിയർ ആയിട്ട് പഠിച്ചൊരു കാര്യം നമ്മൾ മറക്കുന്നു. And as the time passes, the amount of forgetting goes on increasing. അപ്പോൾ ഓരോ വർഷം കടന്നു പോകുന്നതിനനുസരിച്ച് മറന്നു പോകുന്ന കാര്യങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് 1-ാം ക്ലാസ്സിലെ കാര്യങ്ങൾ തീരെ ഓർമ്മ ഉണ്ടാവില്ല. 2-ാം ക്ലാസ്സിലത് കുറച്ചുകൂടി ഓർമ്മ കുറവുണ്ടാവും. അങ്ങനെ 10-ാം ക്ലാസ്സിലത് ചെറുതായിട്ടൊക്കെ ഓർമ്മയുണ്ടാവും. പക്ഷെ നിങ്ങളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മറന്നു വരുന്നു. കാരണം സമയം കൂടി പോവുകയാണല്ലോ. അപ്പോൾ സമയം കടന്നു പോകുന്നതിനനുസരിച്ച് മറക്കുന്നവയുടെ എണ്ണവും കൂടുന്നു എന്നാണ് പറയുന്നത്. സെറ്റല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു തിയറിയാണ്. എന്നാൽ ദിസ് തിയറി ഹാസ് പ്രൂവ്ഡ് എ ഫെയില്യൂർ ഇൻ മെനി ഇൻസ്റ്റാൻസസ് ഓഫ് ഫോർഗെറ്റിംഗ്. പക്ഷേ ഈ തിയറി ചില ഉദാഹരണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പരാജയമാണ് എന്ന് പറയാറുണ്ട്. ഇൻ LTM such as learning to ride a bicycle, forgetting does not occur even after years of neglect. അപ്പോൾ ഇവിടെ ഈ ഒരു തിയറിയോടുള്ള ഏതൊരു തിയറിക്കും വിമർശനം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു തിയറിക്കുള്ള ഒരു വിമർശനമാണ്, ലോങ് ടേം മെമ്മറിയിൽ നമ്മൾ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പഠിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ എത്ര വർഷം കഴിഞ്ഞാലും സൈക്കിൾ ചവിട്ടാൻ നമുക്കറിയാമല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു പ്രായം വരെ സൈക്കിൾ ഔട്ടായിരിക്കും, ഒരു 10-ാം ക്ലാസ് വരെ സൈക്കിൾ ഔട്ടായിരിക്കും. അതിനുശേഷം നമ്മൾ മോട്ടോർ സൈക്കിളിലേക്ക് മാറുകയാണ്, സ്കൂട്ടറിലോ ബൈക്കിലേക്ക് മാറുകയാണ്. പിന്നെ നമ്മൾ സൈക്കിൾ ഔട്ടില്ല. പക്ഷെ കുറേ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സൈക്കിൾ എടുത്ത് ചവിട്ടാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമോ? ആദ്യം ജസ്റ്റ് ഒന്ന് ചവിട്ടാനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമെങ്കിലും നമ്മളത് മറക്കില്ല അല്ലേ. സൈക്കിൾ റൈഡിങ് എന്നുള്ളത് മറക്കില്ല. അപ്പോൾ ഇവിടെ ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നില്ലല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. However, this theory has provided good results in explaining forgetfulness in the case of STM. അപ്പോൾ ലോങ് ടേം മെമ്മറിയിലെ ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു തിയറി പ്രകാരം അതിനെ
ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വിമർശിക്കപ്പെടാറുണ്ട്. പക്ഷേ ഷോർട്ട് ടേം മെമ്മറിയിലെ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ ഈ തിയറി കറക്റ്റാണ്. ഷോർട്ട് ടേം മെമ്മറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യം ഒരു ലോങ് ടേം മെമ്മറിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ മനസ്സിൽ തങ്ങി നിർത്തണം, റിഹേഴ്സൽ കൊണ്ട് തങ്ങി നിർത്തണം. റിഹേഴ്സൽ ചെയ്തില്ലെങ്കിൽ അത് അഥവാ യൂസ് ചെയ്തില്ലെങ്കിൽ, ഡിസ്യൂസ് ആവുകയാണെങ്കിൽ അത് മറന്നു പോകും. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യത്തിന് നമുക്ക് ഈ ഒരു തിയറി വെച്ച് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയും അല്ലേ. ഷോർട്ട് ടേം മെമ്മറിയിലുള്ള ഒരു കാര്യം വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് അത് മറന്നു പോകും. പക്ഷേ അത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് മറക്കുന്നത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറക്കില്ല, അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും എന്നല്ലേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിയറി ഓക്കെയാണ്. ഡ്രിൽ, പ്രാക്ടീസ്, റിഹേഴ്സൽ ഓർ റെപ്പിറ്റേഷൻ ഓഫ് ലേണിംഗ് ഓൾവേസ് റിസൾട്ട്സ് ഇൻ പ്രിവെന്റിംഗ് ഡിക്കേ. അപ്പോൾ ഈ ഒരു ഈ തിയറി പ്രകാരം മറവി ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഡ്രിൽ എന്ന് പറഞ്ഞാൽ അത് പരിശീലിക്കുക, പ്രാക്ടീസ് ചെയ്യുക, റിഹേഴ്സ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഇതാണ് മറവി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മാർഗം എന്ന് ഈ ഒരു തിയറി പ്രകാരം നമുക്ക് പറയാൻ കഴിയുന്നത്. സെറ്റല്ലേ? ദെൻ രണ്ടാമത്തെ തിയറി ഓഫ് ഇന്റർഫറൻസ് അല്ലെങ്കിൽ ഇന്റർഫറൻസ് തിയറി. ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ഇടപെടുക, തടസ്സം സൃഷ്ടിക്കുക എന്നൊക്കെയാണ്. സോ മെക്കാനിസം ഓഫ് ഇന്റർഫറൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോർഗെറ്റിംഗ്. അപ്പോൾ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങൾ, പരസ്പര ബന്ധമുള്ള, ഞാൻ ഇക്വേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അവ തമ്മിൽ ഒരു അസോസിയേഷൻ കാരണം ഒരു ഇന്റർഫറൻസ് ഉണ്ടാകുന്നു. ഇന്റർഫറൻസ് ഈസ് കോസ്ഡ് ഓൺ എമൗണ്ട് ഓഫ് ദ നെഗറ്റീവ് ഇൻഹിബിറ്റിംഗ് എഫക്ട്സ് ഓഫ് വൺ ലേണിംഗ് എക്സ്പീരിയൻസ് ഓൺ അനദർ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നു. ഇതിൽ ഒരെണ്ണം മറ്റൊന്നിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു തരത്തിലുള്ള മറവി ഉണ്ടാകുന്നത്. ആ ഒരു ഇക്വേഷൻ നമ്മളിപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിച്ചു. രണ്ടാമത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷൻ പഠിക്കുന്നു. ദെൻ പിന്നെ ഇത് ഓർത്തെടുക്കാൻ നോക്കുന്ന സമയത്ത് ഇവകൾ തമ്മിലുള്ള ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ അല്ലേ. പ്ലസ് മൈനസിലേക്ക് സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമാണ് അവിടെ ഉള്ളത്. ഈ ഒരു ഡിഫറൻസ് നമ്മളെ കൃത്യമായിട്ടും ഓർക്കുന്നതിൽ നിന്നും തടയുന്നില്ലേ, നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് ഇന്റർഫറൻസ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വി ഫോർഗെറ്റ് തിങ്സ് ബിക്കോസ് സച്ച് ഇന്റർഫറൻസ്. ഈ രണ്ട് ലേണിംഗ് എക്സ്പീരിയൻസിൽ ഉണ്ടാകുന്ന ഈ ഒരു ഇന്റർഫറൻസ്, ഈ ഒരു തടസ്സമാണ് നമ്മളെ മറവിയിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുന്നത്. ഇത് മാക്സിലെ ഇക്വേഷനിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വർഷങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വരും. നമ്മൾ ആദ്യം വർഷം പഠിക്കുമ്പോൾ ആദ്യത്തെ 1-2 എളുപ്പമായിരിക്കും. പിന്നീട് 2-3 അങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോൾ ഉപ്പ് സത്യാഗ്രഹം 1930-ലാണോ 35-ലാണോ എന്ന കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ. അത് തന്നെയാണ് ഇന്റർഫറൻസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സോ ദ ഇന്റർഫറിംഗ് എഫക്ട്സ് ഓഫ് തിങ്സ് പ്രീവിയസ്ലി ലേൺഡ് ആൻഡ് റിട്ടൈൻഡ് ഇൻ അവർ മെമ്മറി വിത്ത് ദ തിങ്സ് ഓഫ് അവർ റീസെന്റ് മെമ്മറി ക്യാൻ വർക്ക് ബോത്ത് വേസ്, ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. സോ ഇവിടെ ഇന്റർഫറൻസ് രണ്ട് രീതിയിലുണ്ടാകാം. കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. പല ആളുകളും ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന ഒരു സംഗതിയാണ്. ഇന്റർഫറൻസ് രണ്ട് രീതിയിലുണ്ടാകും. ദ ഇന്റർഫറിംഗ് എഫേർട്സ് ഓഫ് തിങ്സ് പ്രീവിയസ്ലി ലേൺഡ് ആൻഡ് റിട്ടൈൻഡ് ഇൻ അവർ മെമ്മറി വിത്ത് ദ തിങ്സ് ഓഫ് അവർ റീസെന്റ് മെമ്മറി ക്യാൻ വർക്ക് ബോത്ത് വേസ്. അഥവാ നമ്മൾ ആദ്യം ഒരു കാര്യം പഠിച്ചു വെച്ചു, രണ്ടാമത് നമ്മൾ ഒരു കാര്യം പഠിക്കുന്നു അല്ലെ, അപ്പോൾ പ്രീവിയസ് ലേൺഡ് എന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ച കാര്യമാണ്. റീസെന്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ രണ്ടാമത് പഠിച്ച കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഓർമ്മയിൽ തങ്ങി നിർത്താൻ അല്ലെങ്കിൽ ഓർമ്മയിൽ നിലനിർത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും തടസ്സം സൃഷ്ടിക്കാം. ഒന്നെങ്കിൽ ഈ ഒരു തടസ്സം ബാക്ക്വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോർവേഡ് ആയിരിക്കും. ബാക്ക്വേർഡിൽ തടസ്സം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഫോർവേഡ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നെങ്കിൽ ഒന്നാമത്തത് മറന്നുപോകും, അല്ലെങ്കിൽ രണ്ടാമത്തത് മറന്നുപോകും. മനസ്സിലായോ? അപ്പോൾ ഇന്റർഫറൻസ് രണ്ട് രീതിയിലുണ്ടാകാം. ആദ്യം നമ്മളൊരു കാര്യം പഠിച്ചു, രണ്ടാമത് മറ്റൊരു കാര്യം പഠിച്ചു, എന്നിട്ട് അത് ഓർത്തെടുക്കാൻ സമയത്ത് ഒന്നെങ്കിൽ ഒന്നാമത്തത് മാത്രമാണ് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തത് മാത്രമാണ് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയുന്നത്. സെറ്റല്ലേ? So the psychological term used for these types of interference is retroactive inhibition and proactive inhibition. അപ്പോൾ സൈക്കോളജിയിൽ ഇതിനെ retroactive inhibition എന്നും proactive inhibition എന്നും പറയാറുണ്ട്. മനസ്സിലായി? അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിലാണ് ഈ ഒരു തടസ്സം ഉണ്ടാകുന്നത്.
ഈ ഒരു ഇൻഹിബിഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തേതാണോ മറന്നു പോകുന്നത്, അതല്ല രണ്ടാമത്തേതാണോ മറന്നു പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇന്റർഫറൻസിന് നമ്മൾ വീണ്ടും രണ്ട് പേര് കൊടുക്കുന്നു. റിട്രോ ആക്റ്റീവും പ്രോ ആക്റ്റീവ്. അടുത്തൊരു പേര് നമ്മൾ പറയും പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്നും പറയുന്നു. സെറ്റല്ലേ? അപ്പൊ ഏതാണ് മറന്നു പോകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേര് കൊടുക്കുന്നത്. ഇൻ റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, acquisition of new learning works backward to impair the retention of previously learned material. കൃത്യമായിട്ടും ഓർത്തിരിക്കണേ, ഇവിടെ റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷനിൽ അക്വിസിഷൻ ഓഫ് ന്യൂ ലേണിംഗ് ഞാനിവിടെ 2 എന്ന് കൊടുക്കുകയാണ്. ഞാൻ രണ്ടാമത് പഠിച്ചൊരു കാര്യം, പുതുതായിട്ട് പഠിച്ചു എന്ന് പറയുമ്പോൾ രണ്ടാമത് പഠിച്ച കാര്യം അത് ഒന്നാമത് പഠിച്ചതിൽ തടസ്സം സൃഷ്ടിക്കുകയാണ്, അല്ലെ? ബാക്ക്വേർഡ്സ് ടു ഇംപെയർ ദ റിട്ടൻഷൻ ഓഫ് പ്രീവിയസ്ലി ലേൺഡ് മെറ്റീരിയൽ. ആദ്യം പഠിച്ച കാര്യം ഓർത്തെടുക്കുന്നതിൽ തടസ്സം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ഒരു കാര്യം പഠിച്ചു, നമ്മളൊരു കാര്യം പഠിച്ചു. അപ്പോൾ ഈ രണ്ടാമത് പഠിച്ച കാര്യം ആദ്യം പഠിച്ച കാര്യത്തെ ഓർത്തെടുക്കുന്നതിൽ നിന്നും നമ്മളെ തടസ്സപ്പെടുത്തുകയാണ് എങ്കിൽ അതിന് പറയുന്നതാണ് റിട്രോ ആക്റ്റീവ്. കൃത്യമായിട്ടും ഓർക്കണം. ഉദാഹരണം പറയാണ്, എ സെക്കൻഡ് ലിസ്റ്റ് ഓഫ് വേർഡ്സ്, ഫോർമുലേഷൻസ് ഓർ ഇക്വേഷൻസ് മേ ഇംപെയർ ദ റിട്ടൻഷൻ ഓഫ് ഫസ്റ്റ് ലിസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ എടുക്കുകയാണ്. ഞാൻ ആദ്യം a+b² എന്ന ഇക്വേഷൻ പഠിച്ചു. രണ്ടാമത് a-b² എന്ന ഇക്വേഷൻ പഠിച്ചു. പിന്നീട് ഓർത്തെടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് ആദ്യം പഠിച്ച ഇക്വേഷൻ ഓർമ്മയില്ല, രണ്ടാമത് പഠിച്ച ഇക്വേഷനാണ് ഓർമ്മയുള്ളത്. ഇതിനാണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ടും ഓർക്കണേ. അപ്പോൾ റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ഓർത്തിരിക്കാൻ ഒരു മാർഗം കൂടി ഞാൻ പറഞ്ഞുതരാം. റിട്രോ എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം, രണ്ടാമത്തത്. അപ്പോൾ രണ്ടാമത്തതാണ് ആക്റ്റീവ്. റിട്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതാണ് ആക്റ്റീവ്. അപ്പോൾ രണ്ടാമത്തെ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് ഓർമ്മയുണ്ടാകും, അപ്പോൾ ഒന്നാമത്തത് ഓർമ്മയുണ്ടാകില്ല. അപ്പോൾ രണ്ടാമത്തതാണ് തടസ്സം സൃഷ്ടിക്കുന്നത് എന്തിൽ? ഒന്നാമത്തത് ഓർക്കുന്നതിൽ നിന്നും. സെറ്റല്ലേ? ഇനി അടുത്തത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ജസ്റ്റ് ദ റിവേഴ്സ് ഓഫ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തത് ഓർമ്മയുണ്ടാവും, രണ്ടാമത്തത് ഓർമ്മയുണ്ടാവില്ല. ഹിയർ ദ ഓൾഡ് ലേണിംഗ് ഓർ എക്സ്പീരിയൻസ് റിട്ടൈൻഡ് ഇൻ അവർ മെമ്മറി വർക്ക്സ് ഫോർവേഡ് ടു ഡിസ്റപ്റ്റ് ദ മെമ്മറി ഓഫ് വാട്ട് വി അക്വയർ ഇൻ ലേൺ ആഫ്റ്റർവേർഡ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പഠിച്ച കാര്യം അല്ലെങ്കിൽ ആദ്യം എക്സ്പീരിയൻസ് ചെയ്ത കാര്യം നമ്മുടെ ഓർമ്മയിൽ നിലനിന്നുകൊണ്ട് അത് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോയി എന്ത് ഉണ്ടാക്കുന്നു? തടസ്സം ഉണ്ടാക്കുന്നു. ഒരു ഫോർവേഡിലേക്ക് പോയി അത് തടസ്സം ഉണ്ടാക്കുന്നു. ദെൻ വാട്ട് വി അക്വയർ ഓർ ലേൺ ആഫ്റ്റർവേർഡ്സ്, അപ്പോൾ നമുക്ക് ശേഷം പഠിച്ചത് ഓർക്കുന്നതിൽ നിന്നും അത് തടസ്സം ഉണ്ടാക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത്. അപ്പോൾ ഒന്നാമത്തത് ആക്റ്റീവാണ്. പ്രോ എന്ന് പറഞ്ഞാൽ പുരാതനം, ഒന്നാമത്തത് എന്നൊക്കെയാണ്. അപ്പോൾ ഒന്നാമത്തത് ആക്റ്റീവാണ്. അപ്പോൾ ഒന്നാമത്തത് ഓർമ്മയുണ്ട്, പക്ഷെ ശേഷം പഠിച്ചത് ഓർമ്മയുണ്ടാകില്ല. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ് പറയുന്നത്. ഞാൻ 2 ഇക്വേഷൻ പഠിച്ചു, ഓർത്തെടുക്കുന്ന സമയത്ത് എനിക്ക് രണ്ടാമത്തത് ഓർമ്മ വരുന്നില്ല, ഒന്നാമത്തത് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. നമ്മൾ റാങ്ക് ഫെയിലൊക്കെ മറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവും, രണ്ടാമത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ല. ഇതാണ് പ്രോ ആക്റ്റീവ്. അപ്പോൾ നിങ്ങൾ റിട്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതാണ് ആക്റ്റീവ്, പ്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തതാണ് ആക്റ്റീവ്. അപ്പോൾ റിട്രോ ആക്റ്റീവ് ഒന്നാമത്തത് ആക്റ്റീവ്, റിട്രോ ആക്റ്റീവ് രണ്ടാമത്തത്, അല്ലേ? റിട്രോ രണ്ടാമത്തത് ആക്റ്റീവ്, അപ്പോൾ ഒന്നാമത്തത് നമ്മൾ മറന്നു പോകുന്നു. പ്രോ ആക്റ്റീവ് ഒന്നാമത്തത് ആക്റ്റീവ്, അപ്പോൾ നമ്മൾ രണ്ടാമത്തത് മറന്നു പോകുന്നു. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെ പഠിച്ചു വെക്കുക. സോ ഇവിടെ അതിൻ്റെ ഒരു പിക്ചർ സഹിതം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ സാധനം തന്നെയാണ്. ആദ്യം ഒരാൾ ഒരു ലേണിംഗ് മെറ്റീരിയൽ എ എന്ന് പറയുന്ന ഒരു ലേണിംഗ് മെറ്റീരിയൽ പഠിക്കുന്നു. രണ്ടാമത് ബി എന്ന് പറയുന്ന മറ്റൊരു ലേണിംഗ് മെറ്റീരിയൽ പഠിക്കുന്നു. അപ്പോൾ ഇവിടെ 2 സാധ്യതകളാണുള്ളത്. ഇപ്പോൾ ഇവകൾ തമ്മിൽ എന്തെങ്കിലും അസോസിയേഷൻ ഉണ്ടാകണം എങ്കിലേ മറവി ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ് ഒരാൾ പഠിക്കുകയാണ്. ആദ്യം ഇയാൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്, രണ്ടാമത് ഓപ്പറന്റ് കണ്ടീഷനിങ് പഠിച്ചു. ദെൻ ഇവിടെ 2 തരത്തിൽ മറവി ഉണ്ടാകാം. ഒന്നെങ്കിൽ അയാൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് മറന്നുപോകും, അല്ലെങ്കിൽ ഓപ്പറന്റ് കണ്ടീഷനിങ് മറന്നുപോകും. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് മറന്നു പോകുന്നതിന് എന്ത് പറയും? അഥവാ ആദ്യം പഠിച്ചത് മറന്നു പോകുന്നതിന് എന്ത് പറയും? അല്ലെങ്കിൽ രണ്ടാമത് പഠിച്ചത് മറന്നു പോകുന്നതിന് എന്ത് പറയും? ഇങ്ങനെയൊക്കെ ആയിരിക്കും എക്സാമിന് ചോദ്യം വരിക. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ പറയുന്നത് പോലെ ഓർക്കുക. ആദ്യം പഠിച്ചതാണ് മറന്നു പോകുന്നതെങ്കിൽ
ആദ്യം പഠിച്ച് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക. ആദ്യം പഠിച്ചതാണ് മറന്നു പോകുന്നതെങ്കിൽ അതിനർത്ഥം രണ്ടാമത്തത് മറന്നു പോകുന്നില്ല, രണ്ടാമത്തത് ആക്റ്റീവാണ്. അപ്പോൾ രണ്ടാമത്തത് ആക്റ്റീവ്, റിട്രോ ആക്റ്റീവ്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത് പഠിച്ചത് മറന്നു പോകുന്നു എന്നാണ് ചോദ്യമെങ്കിൽ രണ്ടാമത് പഠിച്ചത് മറന്നു പോകുന്നു. അപ്പോൾ ഒന്നാമത്തത് ഓർമ്മയുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ആക്റ്റീവ്, പ്രോ ആക്റ്റീവ്. ഇങ്ങനെ ഓർക്കണം. ഇങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. സെറ്റല്ലേ? പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, ഒന്നാമത്തത് ഓർമ്മയുണ്ട്, രണ്ടാമത്തത് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒന്നാമത്തത് രണ്ടാമത്തത് ഓർക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ്, അല്ലേ? ഇപ്പോൾ പ്രോ ആക്റ്റീവിൽ ഒന്നാമത്തത് ഓർമ്മയുണ്ടാവും, രണ്ടാമത്തത് ഓർമ്മയുണ്ടാവില്ല എന്നതിൻ്റെ ഉദ്ദേശം ഒന്നാമത്തത് ഓർമ്മയുണ്ടാകാൻ കാരണം രണ്ടാമത്തത് ഓർക്കുന്നതിൽ നിന്നും ഇത് എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂഷൻ ആകരുത് കേട്ടോ. ഒരുപാട് റിപ്പീറ്റ് ചെയ്താൽ കൺഫ്യൂഷൻ ആവും, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾക്ക് ആ ഒരു സാധനം കത്തിയെങ്കിൽ പിന്നീട് അതിട്ട് കുഴങ്ങി മറിയാൻ അവസരം കൊടുക്കണ്ട. വേണമെങ്കിൽ അതൊന്നും കൂടി കത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വീണ്ടും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് കേട്ടു പോകുക കേട്ടോ. റിട്രോ ആക്റ്റീവ് രണ്ടാമത്തത് ആക്റ്റീവ്, പ്രോ ആക്റ്റീവ് ഒന്നാമത്തത് ആക്റ്റീവ്. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ വേറെ സംശയങ്ങളൊന്നും അവിടെ വരില്ല. സെറ്റല്ലേ? അപ്പോൾ ഓരോന്നിലും ഏതാണ് മറ്റൊന്നിനെ തടസ്സം സൃഷ്ടിക്കുന്നത് എന്നുകൂടി പഠിച്ചു വെക്കണം കേട്ടോ. പ്രോ ആക്റ്റീവിൽ ഒന്നാമത്തത് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് രണ്ടാമത്തത് ഓർക്കുന്നതിൽ നിന്നും തടസ്സമുണ്ടാക്കുന്നു. ദെൻ റിട്രാക്റ്റീവിൽ രണ്ടാമത്തത് നമുക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുമ്പോൾ രണ്ടാമത്തത് ഒന്നാമത്തത് ഓർക്കുന്നതിൽ നിന്നും തടസ്സമുണ്ടാക്കുന്നു എന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കി പഠിച്ചു വെച്ചേക്കണം. അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. So in both the types of inhibition, it can easily be seen the similar experience when follow each other produce more inference than dissimilar experience. അപ്പോൾ ഈ രണ്ട് തരത്തിലും നമ്മൾ ഒരേപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്താണ്, അല്ലെ, ഒരേപോലത്തെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു തടസ്സം ഉണ്ടാകുക. ഒരു സിമിലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് ഒരേപോലുള്ള കാര്യങ്ങൾ അടുത്തടുത്ത് പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇത്തരം ഇന്റർഫറൻസ് ഉണ്ടാകും എന്ന സംശയമുണ്ടെങ്കിൽ ഒരേപോലെ സിമിലർ പാറ്റേണിൽ വരുന്ന സാധനങ്ങൾ അടുത്തടുത്ത് പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. സോ അപ്പോൾ ഇങ്ങനെ സിമിലാരിറ്റി ഉള്ള കാര്യങ്ങളിലാണ് തടസ്സം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഇതിന്റെ കാരണം all experiences are so intermingled that a state of utter confusion prevails in the mind of the individual and consequently he is faced with the difficulty in rotation and recall. പരസ്പരം സാമ്യതയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം കൂടിക്കലർന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഈ ഒരു കൺഫ്യൂഷൻ കാരണമായിട്ട് അത് നമുക്ക് കൃത്യമായിട്ടും ഓർത്തെടുക്കാൻ കഴിയാതെ വരുന്നു. ഇതാണ് ഈ ഒരു മറവി ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ സാമ്യതയുള്ള കാര്യങ്ങൾ പരസ്പരം അടുത്ത് പഠിക്കുന്ന സമയത്ത് അവകൾ മിങ്കിളായിക്കൊണ്ട് നമ്മളെ ഓർത്തെടുക്കുന്നതിൽ നിന്നും തടസ്സമുണ്ടാക്കുന്നു. സെറ്റല്ലേ? So interference theory as a whole has proved to be quite successful in providing adequate explanation for natural and normal forgetting for both STM and LTM. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യത്തെ തിയറി DK തിയറി പറഞ്ഞ സമയത്ത്, ഡിസ്യൂസ് തിയറി പറഞ്ഞ സമയത്ത് അവിടെ LTM അത് ആപ്റ്റ് ആകുന്നില്ല, STM ആപ്റ്റ് ആകുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഷോർട്ട് ടേം മെമ്മറിയിലാകട്ടെ ലോങ് ടേം മെമ്മറിയിലാകട്ടെ ഇത്തരം ഇന്റർഫറൻസ് കാരണമായിട്ട് മറവി ഉണ്ടാകുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു തിയറി മറ്റു തിയറിയേക്കാൾ കുറച്ചുകൂടി അക്സെപ്റ്റബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. സെറ്റല്ലേ? അപ്പോൾ ഫോർഗെറ്റിംഗ് തിയറിയിൽ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ തിയറിയാണ് റിപ്രഷൻ തിയറി. റിപ്രഷൻ നമുക്കറിയാം, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിറ്റിക് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചതാണ് റിപ്രഷൻ തിയറി. So repression is, according to this school, is a mental function that safeguards the mind from the impact of painful experiences. നമുക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് മറക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് റിപ്രഷൻ, അല്ലെ? നമുക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ മറക്കാനുള്ള നമ്മുടെ ശ്രമത്തെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. So as a result of this function, we actually push the unpleasant and painful memories into the unconscious. ഇവിടെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ അബോധ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുചെന്ന് തള്ളുന്നു. സോ അബോധ മനസ്സിലേക്ക് ഒരു കാര്യം പോയി കഴിഞ്ഞാൽ thus try to avoid at least consciously the conflicts that bother us.
അത് കാരണമായിട്ട് നമുക്കുണ്ടാകുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. സോ ദിസ് ലീഡ്സ് ടു ഫോർഗെറ്റിംഗ് തിങ്സ് വിച്ച് വി ഡു നോട്ട് വാണ്ട് ടു റിമെമ്പർ. അങ്ങനെ നമുക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ നമ്മൾ മനഃപൂർവ്വം മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് റിപ്രസ്ഡ് മെമ്മറി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തെ മറക്കാൻ ശ്രമിക്കുന്നതിനാണ് റിപ്രസ്ഡ് തിയറി ഓഫ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. സോ പീപ്പിൾ അണ്ടർ എ ഹെവി ഇമോഷണൽ ഷോക്ക് ആർ സീൻ ടു ഫോർഗെറ്റ് ഈവൻ ദെയർ നെയിംസ്, ഹോംസ്, വൈഫ്സ് ആൻഡ് ചിൽഡ്രൻ. ചില ആളുകൾ വലിയ അപകടത്തിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ആ ഒരു അപകടം ഉണ്ടാക്കുന്ന ഷോക്ക് കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും, സ്വന്തം പേര്, ഭാര്യയുടെ പേര്, കുട്ടികളുടെ പേര്, വീട്ടുപേര് സഹിതം മറന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു തിയറി പ്രകാരമാണ്. സോ അപ്പാർട്ട് ഫ്രം കോസിങ് അബ്നോർമൽ ഫോർഗെറ്റിംഗ്, ദ ഇംപെയർഡ് ഇമോഷണൽ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൾസോ പ്ലേസ് ഇറ്റ്സ് പാർട്ട് ഇൻ ഡിസ്റപ്റ്റിംഗ് ദ നോർമൽ മെമ്മറി പ്രോസസ്. സോ ഇവിടെ നമുക്ക് അബ്നോർമൽ മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വയം പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല അല്ലേ. അപ്പോൾ പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്യുന്നതല്ലാത്ത ഓർമ്മകൾ പോലെ തന്നെ നാം സ്വയം പർപ്പസ്ഫുള്ളി ഉണ്ടാക്കുന്ന ചില മറവികളും ഉണ്ട്. സോ അപ്പാർട്ട് ഫ്രം കോസിങ് അബ്നോർമൽ ഫോർഗെറ്റിംഗ്, ദ ഇംപെയർഡ് ഇമോഷണൽ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൾസോ പ്ലേസ് ഇറ്റ്സ് പാർട്ട് ഇൻ ഡിസ്റപ്റ്റിംഗ് ദ നോർമൽ മെമ്മറി പ്രോസസ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇമോഷണൽ ബിഹേവിയർ അല്ലെ, ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇമോഷൻ, അതിനും നമുക്ക് മറവി ഉണ്ടാക്കാനുള്ള കാരണമാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് വേദനാജനകമായിട്ടുള്ള എക്സ്പീരിയൻസ് അത് നമ്മുടെ ഇമോഷനെ ബാധിക്കുന്നതാണ്. സോ നമ്മുടെ ഇമോഷനും ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷനും മറവി ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. സെറ്റല്ലേ? അതിന് ഉദാഹരണമാണ് എ സഡൻ റൈസ് ഓഫ് ഇമോഷൻസ് ഇൻ ആക്സസ് മേ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ദ പ്രോസസ് ഓഫ് റീകോൾ. മറവിയുടെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻ ഉണ്ടായാൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇമോഷൻസ് റൈസ് ആയി നിൽക്കുന്ന സമയത്ത് ഓർമ്മ തടസ്സം നിൽക്കുന്നു. വെൻ വൺ ഈസ് ടേക്കൺ ഓവർ ബൈ ഇമോഷൻസ് ലൈക്ക് ഫിയർ, ആങ്കർ, ലവ്, വൺ മേ ഫോർഗെറ്റ് ഓൾ ഹി എക്സ്പീരിയൻസ്ഡ്, ലേൺഡ് ഓർ ത്രൂ ഔട്ട് ബിഫോർ ഹാൻഡ്. അപ്പോൾ അയാൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ ഇമോഷൻസ് ഇൻറ്റൻസ് ആയിരിക്കുന്ന സമയത്ത് അയാൾ മറന്നു പോകുന്നു. അപ്പോൾ നമ്മൾ എക്സാം ഹാളിലിരുന്ന് ഒരുപാട് പേടിയുണ്ടായി, ആൻസൈറ്റി ഉണ്ടായി എന്ന് നമ്മൾ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, പരീക്ഷാ പേടി എന്ന് പറയില്ല, പരീക്ഷാ പേടി അപകടമാണെന്ന് പറയാനുള്ള കാരണം പേടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതൊന്നും ഓർമ്മയുണ്ടാവില്ല. അതേപോലെ തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആണെങ്കിലും അത് ഇൻറ്റൻസ് ആയി കഴിഞ്ഞാൽ ആ സമയത്ത് മെമ്മറിയെ ബ്ലോക്ക് ചെയ്യുന്നു. മെമ്മറിയെ മാത്രമല്ല നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോസസ്സിനെ എല്ലാം അത് ബ്ലോക്ക് ചെയ്യുന്നു. So during these emotions, one becomes so self-conscious that his thinking is paralyzed. ഈ ഒരു സാഹചര്യത്തിൽ അയാളുടെ ബോധം അല്ലെങ്കിൽ അയാളുടെ തിങ്കിങ് പ്രോസസ്സ് താൽക്കാലികമായിട്ട് സ്തംഭിച്ചു പോകുന്നു. That is why a child fails to recall the answer to a question in the presence of a teacher whom he fears very much. ഇതുകൊണ്ടാണ് നമുക്ക് പേടിയുള്ള ടീച്ചർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരാത്തത്. ടീച്ചറിനോടുള്ള പേടി കാരണം നമ്മുടെ ഓർമ്മ അവിടെ ബ്ലോക്ക് ആകുന്നു. ഇത് ടീച്ചറിനും ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യില്ല, കുട്ടികളോട് ഹാർഷായിട്ട് പെരുമാറിക്കൊണ്ട് പഠിച്ചത് പറയൂ എന്ന് നിർബന്ധിക്കില്ല. സോ പലപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്നു, പക്ഷെ ടീച്ചറിൻ്റെ മുന്നിലെത്തുമ്പോൾ ഓർമ്മ വരാതിരിക്കാനുള്ള കാരണം പേടിയാണ്. അപ്പോൾ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മെമ്മറി ബ്ലോക്ക് ആകുന്നു. സെറ്റല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫോർഗെറ്റിംഗ്, തിയറി ഓഫ് ഫോർഗെറ്റിൻ്റെ റീസൺസ്, അങ്ങനെ പിന്നെ ടൈപ്സ് ഓഫ് ഫോർഗെറ്റിംഗ് എന്നീ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് MCQs കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ MCQസിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫോർഗെറ്റിംഗ് അക്കോർഡിംഗ് ടു മോണിനെ സംബന്ധിച്ചിടത്തോളം ഫോർഗെറ്റിംഗ് എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അദ്ദേഹം പറഞ്ഞത് എന്താ? പെർമനന്റ് ഓർ ടെമ്പററി ലോസ് ഓഫ് ദ എബിലിറ്റി ടു റീകോൾ ഓർ റെക്കഗ്നൈസ് സംതിങ്. ഒരു കാര്യം എന്നേക്കുമായോ അല്ലെങ്കിൽ താൽക്കാലികമായോ മറന്നു പോകുന്നതിനാണ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. സെറ്റല്ലേ? ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഫോർഗെറ്റിംഗ് ഇസ് കൺസിഡർഡ് അബ്നോർമൽ ആയിട്ടുള്ള ഫോർഗെറ്റിംഗ്. അബ്നോർമൽ ഫോർഗെറ്റിംഗിന്റെ മറ്റൊരു പേരാണ് മോർബിഡ് ഫോർഗെറ്റിംഗ് അല്ലേ? മോർബിഡ് ഫോർഗെറ്റിംഗ് അഥവാ നമ്മൾ നമ്മുടെ പർപ്പസ്ഫുള്ളി മറന്നു പോകുന്നു. ആ ഒരു ഇൻഡിവിജ്വൽ സ്വയം തീരുമാനമെടുത്ത് മറന്നു പോകുന്നതിനാണ് മോർബിഡ് ഫോർഗെറ്റിംഗ്. റിപ്രസ്ഡ് ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ റിപ്രസ്ഡ് മെമ്മറിയൊക്കെ ഇതിന്റെ ഉദാഹരണമാണ്. സെറ്റല്ലേ? ദെൻ അടുത്ത ചോദ്യം, മോർബിഡ് ഫോർഗെറ്റിംഗ് ഇൻവോൾവ്സ്. അപ്പോൾ മോർബിഡ് ഫോർഗെറ്റിംഗ് എന്ന് പറയുമ്പോൾ റിപ്രഷനാണ്.
റിപ്രഷനാണ്. കാരണം വ്യക്തി സ്വയം മറവിയെ വിളിച്ചു വരുത്തുകയാണ്. അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അയാൾ സ്വയം മറക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. സോ അതിനെ നമുക്ക് റിപ്രഷൻ എന്ന് പറയാം. ദെൻ ഫോർഗെറ്റിംഗ് ദാറ്റ് ഒക്കേഴ്സ് വിത്തൗട്ട് എനി ഡെലിബറേറ്റ് ഇൻറ്റൻഷൻ. നമ്മൾ സ്വയം ഉദ്ദേശിച്ചുകൊണ്ടല്ല മറക്കുന്നത് എങ്കിൽ, അല്ലേ, മറക്കുന്ന അയാൾ ഉദ്ദേശപൂർവ്വം മറക്കുന്നതല്ല എങ്കിൽ അതിനെ പറയുന്ന പേര് നാച്ചുറൽ ഫോർഗെറ്റിംഗ് ആണ്. സ്വാഭാവികമായിട്ട് മറന്നു പോകുന്നു, അയാൾ ഉത്തരവാദിയല്ല അതിന്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോസ് ഓഫ് ഫോർഗെറ്റിംഗ്. താഴെ തന്നിരിക്കുന്നതിൽ ഫോർഗെറ്റിങ്ങിന് കാരണമല്ലാത്തത് എന്താ? ഇൻഎഡ്യൂക്കേറ്റ് ഇംപ്രഷൻ വൈൽ ലേണിംഗ്. ഫോർഗെറ്റിങ്ങിന് കാരണമാണ് റിഹേഴ്സൽ, അത് മെമ്മറിക്ക് കാരണമാണ്, അല്ലേ. നമ്മൾ റിഹേഴ്സ് ചെയ്താൽ മെമ്മറി നിലനിൽക്കും, മറന്നു പോവുക അല്ല ഉണ്ടാകുന്നത്. ദെൻ റൈസ് ഓഫ് ഇമോഷൻസ് മറവിക്ക് കാരണമാണ്. ഡിസ്ട്രാക്ഷൻ മറവിക്ക് കാരണമാണ്. ദെൻ ജനറൽ ഫോർഗെറ്റ്ഫുൾനെസ്. ജനറൽ ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മൊത്തത്തിൽ മറന്നു പോവുക, അല്ലേ. ടോട്ടൽ ലോസ് ഓഫ് റീകോളിംഗ് പ്രീവിയസ് ലേണിംഗ്. മുന്നേ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നതിനാണ് ജനറൽ ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദെൻ സൈക്കോളജിക്കൽ ഫോർഗെറ്റ്ഫുൾനെസ് ക്യാൻ ബി കോസ്ഡ് ബൈ. സൈക്കോളജിക്കൽ ഫോർഗെറ്റ്ഫുൾനെസ് ഉണ്ടാകാനുള്ള കാരണം മാനസികമായിട്ടുള്ള തടസ്സങ്ങളാണ്. അപ്പോൾ ഏജ്, ഡിസീസ്, ആൽക്കഹോൾ കൺസപ്ഷൻ, ഹെഡ് ഇഞ്ചുറി, അതെല്ലാം ഫിസിക്കൽ ആയിട്ടുള്ള റീസൺ ആണ്. സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ആണ് ഇതിൽ സൈക്കോളജിക്കൽ റീസൺ. സെറ്റ് അല്ലേ? ദെൻ ട്രേസ് ഡി കെ തിയറി ഇസ് മോർ ആപ്ലിക്കബിൾ ടു. നമ്മൾ പറഞ്ഞു ട്രേസ് ഡി കെ തിയറി അത് ലോങ് ടേം മെമ്മറിയിൽ ആപ്ലിക്കബിൾ അല്ല, ഷോർട്ട് ടേം മെമ്മറിയിൽ അത് ആപ്ലിക്കബിൾ ആണ് എന്ന് നമ്മൾ പറയും കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആപ്റ്റ്. ദെൻ സെൻസറി മെമ്മറിയെ കുറിച്ച് നമ്മൾ അവിടെ പരാമർശിച്ചില്ല, അതും വേണമെങ്കിൽ ഉത്തരമായിട്ട് വരാം. എന്നാലും മോസ്റ്റ് സ്യൂട്ടബിൾ ഷോർട്ട് ടേം മെമ്മറിയാണ്. ഓപ്ഷൻ ബി ഉത്തരമായിട്ട് നമുക്ക് കൊടുക്കാം. ദെൻ ദ തിയറി വിച്ച് എക്സ്പ്ലെയിൻസ് ഫോർഗെറ്റിംഗ് ഡ്യൂ ടു ഫെയ്ഡിങ് മെമ്മറി ട്രേസസ് ഓവർ ടൈം. സമയം കടന്നു പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഓർമ്മകളുടെ ആ ഒരു പാട് മറന്നു പോകുന്നതിന്, മെമ്മറി ട്രേസ് മറന്നു പോകുന്നതിന് ഉള്ള പേര് ട്രേസ് ഡി കെ തിയറി, അല്ലേ. പേരിൽ തന്നെ ഉണ്ട് ട്രേസ് ഡി കെ തിയറി. ദെൻ വാട്ട് ആർ ദ മെമ്മറി ട്രേസസ് കോൾഡ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിലെ ആ ഒരു മെമ്മറി ട്രേസിന് പറയുന്ന പേര് എൻഗ്രാം ആണ് കേട്ടോ. എൻഗ്രാം ഇത് നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടെത്താൻ കഴിയുന്നത് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. എൻഗ്രാം അത് എവിടെയാണ് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിൽ പലതരത്തിലുള്ള തർക്കമുണ്ട്. പല സർജറിയും നടത്തി ഈ ഒരു എൻഗ്രാം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, പലതും നടന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ അറിയായിരിക്കും, അല്ലേ. ദെൻ റിപ്പീറ്റിംഗ് ഓർ റിഹേഴ്സിങ് മെറ്റീരിയൽ ഹെൽപ്സ് ഇൻ. ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തു അല്ലെങ്കിൽ റിഹേഴ്സ് ചെയ്തു, അപ്പോൾ അത് എന്തിന് കാരണമാകുന്നു? അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഓർമ്മ നിലനിർത്താനുള്ള കാരണമാണ്. റിട്ടൻഷൻ ഓഫ് മെമ്മറി. അടുത്ത ചോദ്യം, ഇന്റർഫറൻസ് തിയറി എക്സ്പ്ലെയിൻസ് ഫോർഗെറ്റിംഗ് ഡ്യൂ ടു. ഇന്റർഫറൻസ് തിയറിയിൽ ഫോർഗെറ്റിംഗ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നാണ് പറയുന്നത്? അവിടെ കാരണം കോമ്പറ്റീഷൻ ബിറ്റ്വീൻ മെമ്മറീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ട് ഓർമ്മകൾ തമ്മിൽ മത്സരം ഉണ്ടാകുകയാണ്. അപ്പോൾ മത്സരം ഉണ്ടാകുമ്പോൾ ഒരെണ്ണം മറ്റൊന്നിനെ അതിജയിക്കുന്നു, അപ്പോൾ ഒരെണ്ണം വീണു പോകുന്നു, അല്ലേ. യെസ്. ദെൻ റിട്രോആക്റ്റീവ് ഇൻഹിബിഷൻ ഒക്യൂർസ് വെൻ. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിട്രോആക്റ്റീവ്, രണ്ടാമത്തത് ആക്റ്റീവാണ്. അപ്പം അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. 1, 2 ആദ്യം പഠിച്ചത് രണ്ടാമത് പഠിച്ചത് എന്ന് പറയുമ്പോൾ ആദ്യം പഠിച്ചത് ഓൾഡാണ്, രണ്ടാമത് പഠിച്ചതാണ് ന്യൂ, അല്ലേ. അപ്പോൾ റിട്രോആക്റ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് ആക്റ്റീവാണ്, അഥവാ പുതുതായിട്ട് പഠിച്ച കാര്യം ആക്റ്റീവാണ്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓൾഡ് ലേണിംഗ് ഹിൻഡേഴ്സ് ന്യൂ ലേണിംഗ്. ഒന്നാമത് പഠിച്ചത് രണ്ടാമത്തതിൽ തടസ്സം സൃഷ്ടിക്കുന്നു. അങ്ങനെ ഒന്നാമത്തത് പഠിച്ചത് രണ്ടാമത് പഠിച്ചതിൽ തടസ്സം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത് മാത്രമേ ഓർമ്മയുണ്ടാവൂ, രണ്ടാമത്തത് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഒന്നാമത്തത് ആക്റ്റീവാണെന്ന് പറഞ്ഞാൽ അത് പ്രോ ആക്റ്റീവാണ്, അപ്പോൾ അത് തെറ്റാണ്. ദെൻ ന്യൂ ലേണിംഗ് സ്ട്രെങ്തൻസ് ഓൾഡ് ലേണിംഗ്. അത് ഒരിക്കലും വരില്ല, നമ്മൾ തടസ്സം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ദെൻ ന്യൂ ലേണിംഗ് ഇന്റർഫേഴ്സ് വിത്ത് ദ പ്രീവിയസ്ലി ലേൺഡ് മെറ്റീരിയൽ. അത് ഓക്കെയാണ്, അല്ലേ. ആദ്യം പഠിച്ച കാര്യം രണ്ടാമത് പഠിച്ച കാര്യത്തിൽ തടസ്സം ഉണ്ടാക്കുന്നു. അതിനാണ് റിട്രോആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് ഓർമ്മയുണ്ടാവും, പുതിയതായിട്ട് പഠിച്ചത് ഓർമ്മയുണ്ടാകും, പഴയത് ഓർമ്മയുണ്ടാവില്ല. അതായത് രണ്ടാമത് പഠിച്ചത് ഓർമ്മയുണ്ടാകും, ആദ്യം പഠിച്ചത് ഓർമ്മയുണ്ടാവില്ല. സെറ്റല്ലേ? കൃത്യമായിട്ടും ഓർക്കണേ. ഇനി പ്രൊആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ ആദ്യം പഠിച്ചത് ആക്റ്റീവാണ്, രണ്ടാമത് പഠിച്ചത് മറന്നുപോയിട്ടുണ്ട്. സോ കോസ്ഡ് ബൈ ന്യൂ മെമ്മറീസ് ബ്ലോക്കിംഗ് ഓൾഡ് വൺസ്. പുതുതായിട്ട് പഠിച്ചത് ആദ്യം പഠിച്ചതിനെ ബ്ലോക്ക് ചെയ്യുന്നത് പ്രൊആക്റ്റീവ് ഇൻഹിബിഷൻ അല്ല, അത് റിട്രോആക്റ്റീവ് ഇൻഹിബിഷൻ ആണ്, അല്ലേ. ഡിഫൻസ് മെക്കാനിസം ആണോ? അല്ല. വെൻ ഓൾഡ് ലേണിംഗ്, ആദ്യം പഠിച്ചത് ആ രണ്ടാമത് പഠിച്ചതിനെ തടസ്സം
ഉണ്ടാക്കുന്നു. അതാണ് പ്രൊആക്റ്റീവ് കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. തടസ്സം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് രണ്ടാമത്തിനെ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് ഓർക്കാൻ കഴിയുന്നില്ല, ഒന്നാമത്തതാണ് ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് എന്നാണ് അതിനർത്ഥം. കൃത്യമായിട്ടും ഓർക്കണേ. ദെൻ വിച്ച് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫ്രോയിഡ്? സിഗ്മണ്ട് ഫ്രോയിഡ് പരിചയപ്പെടുത്തിയത് താഴെ തന്നിരിക്കുന്നതിൽ റിപ്രഷൻ തിയറിയാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, റിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ മറക്കാനുള്ള ശ്രമമാണ് അല്ലേ? ആൻ അൺകോൺഷ്യസ് മെക്കാനിസം ടു അവോയ്ഡ് പെയിൻഫുൾ മെമ്മറീസ്. ദെൻ എ ചൈൽഡ് ഫോർഗെറ്റിംഗ് ആൻസേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഫിയർ ടീച്ചർ ഇലിസ്ട്രേറ്റ്സ്. കുട്ടി തനിക്ക് പേടിയുള്ള ടീച്ചറിന് മുന്നിൽ പഠിച്ച കാര്യങ്ങൾ ഓർക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ അത് ഏതിന് ഉദാഹരണമാണ്? എന്ന് ചോദിച്ചാൽ ഇമോഷണൽ ബ്ലോക്കിംഗ് ആണ് അല്ലേ? കുട്ടിയുടെ പേടി അധികരിക്കുന്നു, അപ്പം ഇമോഷൻ മറവി ഉണ്ടാക്കുന്നു, ഓർമ്മയെ തടസ്സപ്പെടുത്തുന്നു. അതിന് ഉദാഹരണമാണ്. ഇമോഷണൽ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇമോഷൻ കാരണമായിട്ട് നമ്മുടെ മെന്റൽ പ്രോസസ്സിന് തടസ്സം ഉണ്ടാക്കുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സെറ്റ് അല്ലേ? ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈക്കോളജിക്കൽ കോസ് ഓഫ് ഫോർഗെറ്റിംഗ്? മറവിയുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണം സ്ട്രെസ്സാണ്, ബാക്കിയെല്ലാം ഫിസിയോളജിക്കലാണ് അല്ലേ? ഹെഡ് ട്രോമ, ആൽക്കഹോളിസം, ഏജ് റിലേറ്റഡ് ഡീകെ, അതൊക്കെ ഫിസിയോളജിക്കലാണ്, ബയോളജിക്കലാണ്. ദെൻ അടുത്ത ചോദ്യം, ഫോർഗെറ്റിംഗ് ഡ്യൂ ടു ബയോളജിക്കൽ മാൽഫങ്ഷനിങ് ഈസ് നോൺ ആസ്? ബയോളജിക്കൽ മാൽഫങ്ഷനിങ് കാരണമായിട്ടുണ്ടാകുന്ന മറവിക്ക് ഫിസിക്കൽ ഫോർഗെറ്റ്ഫുൾനെസ് എന്നാണ് പറയുന്നത്. ഫിസിക്കൽ ഫോർഗെറ്റ്ഫുൾനെസ് ഓപ്ഷൻ സി ആണ്. ദെൻ വിച്ച് ടൈപ്പ് ഓഫ് ഇന്റർഫറൻസ് അഫക്ട്സ് പ്രീവിയസ്ലി ലേൺഡ് മെറ്റീരിയൽ? നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു, ബാധിക്കുന്നു. അപ്പം മുന്നേ പഠിച്ച കാര്യത്തെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ചത് ഓർമ്മയില്ല എന്നാണ്. അപ്പോൾ രണ്ടാമത്തത് പഠിച്ചതാണ് ഓർമ്മയുള്ളത്. അപ്പോൾ രണ്ടാമത്തത് പഠിച്ചത് ആക്റ്റീവാണ്, റെട്രോ ആക്റ്റീവ്. ഓപ്ഷൻ ബി. കണ്ടില്ലേ? നിങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്ന സാധനമാണ്. അതാണ് ഞാൻ രണ്ടാമത്തെ ആക്റ്റീവ്, ഒന്നാമത്തെ ആക്റ്റീവ് എന്ന രീതിയിൽ പലതരത്തിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ദെൻ അടുത്തത്, ഫോർഗെറ്റിംഗ് ദാറ്റ് ഇൻവോൾവ്സ് വൺ സ്പെസിഫിക് പാർട്ട് ഓഫ് എ ലേൺഡ് മെറ്റീരിയൽ ഈസ്? പഠിച്ചതിൽ ഒരു നിശ്ചിത കാര്യം മാത്രമായിട്ട് മറന്നു പോകുന്നു എങ്കിൽ സ്പെസിഫിക് ഫോർഗെറ്റ്ഫുൾനെസ് ആണ് അല്ലേ? മൊത്തം മറന്നു പോകുന്നെങ്കിൽ ജനറൽ ഫോർഗെറ്റ്ഫുൾനെസ്. ദെൻ വാട്ട് ക്യാൻ പ്രിവെന്റ് മെമ്മറി ഡിക്കേ അക്കോർഡിംഗ് ടു ട്രേസ് ഡിക്കേ തിയറി? ട്രേസ് ഡിക്കേ തിയറി പ്രകാരം നമ്മുടെ മെമ്മറി ഡിക്കേ തടയാൻ നമുക്ക് എന്ത് ചെയ്യാം? റിഹേഴ്സൽ ചെയ്താൽ മതി. റിഹേഴ്സൽ ചെയ്യാത്തതുകൊണ്ടാണ്, യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അത് മറന്നു പോകുന്നത്. സോ അതിന് തിയറി ഓഫ് ഡിസ്യൂസ് എന്നും നമുക്ക് പേര് പറയാം. ദെൻ ഇൻ വിച്ച് കേസ് ഓൾഡ് ലേണിംഗ് ഹിൻഡേഴ്സ് ദ ലേണിംഗ് ഓഫ് ന്യൂ മെറ്റീരിയൽ? കണ്ടില്ലേ? ഓൾഡ് പഴയ കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ച കാര്യങ്ങളെ തടസ്സം സൃഷ്ടിക്കുന്നു. അപ്പോൾ പഴയ കാര്യങ്ങൾ പുതിയ കാര്യത്തെ തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ പഴയത് ഓർമ്മയുണ്ട്, അഥവാ ഒന്നാമത് പഠിച്ചത് ഓർമ്മയുണ്ട്. ഒന്നാമത്തത് ആക്റ്റീവാണ്. അപ്പോൾ പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ കേട്ടോ. ഇന്റർഫറൻസും ഇൻഹിബിഷനും ഒക്കെ സെയിം മീനിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാലും സെയിം ആണ് എന്ന രീതിയിൽ ഓർത്തിരിക്കുക കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ തിയറി ഓഫ് ഫോർഗെറ്റിംഗ്? താഴെ തന്നിരിക്കുന്നതിൽ ഫോർഗെറ്റിംഗ് തിയറിയിൽ വരാത്തത് ആട്രിബ്യൂഷൻ തിയറിയാണ്. ബാക്കിയെല്ലാം ഫോർഗെറ്റിംഗ് തിയറിയാണ്. റിപ്രഷൻ, ഇന്റർഫറൻസ്, ട്രേസ് ഡിക്കേ തിയറി. ദെൻ എ പേഴ്സൺ ഫോർഗെറ്റിംഗ് ഹിസ് നെയിം ഡ്യൂ ടു ഷോക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്? ഒരു ഷോക്ക് ഉണ്ടാകുമ്പോൾ ഒരാൾ അയാളുടെ പേര് തന്നെ മറന്നു പോകുന്നു. അത് ഏതിനുദാഹരണമാണ് എന്ന് ചോദിച്ചാൽ മോബിഡ് ഫോർഗെറ്റിംഗ് ആണ് അല്ലേ? മോബിഡ് ഫോർഗെറ്റിംഗ്. അപ്പോൾ അയാൾക്കുണ്ടായിരുന്ന ഷോക്ക്, അപ്പോൾ അയാൾ കാരണമായിട്ടാണ് ആ മറവി ഉണ്ടായത്. സമയം കടന്നു പോകുന്നത് കാരണമായിട്ട് മറവി ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ നാച്ചുറൽ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. അയാളുടെ ഒരു കാരണം അയാളുടെ ഒരു ഇമോഷൻ ഉള്ളത് കാരണമായിട്ടാണ് ഇവിടെ മറവി സംഭവിച്ചത്. സോ അത് അബ്നോർമൽ ഫോർഗെറ്റിംഗ് അല്ലെങ്കിൽ മോബിഡ് ഫോർഗെറ്റിംഗ് ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോസ് ഓഫ് ഫോർഗെറ്റിംഗ്? ഫോർഗെറ്റിംഗിന്റെ കാരണമല്ലാത്തത് ഏത്? അഡ്വക്കേറ്റ് സ്ലീപ്പ് കേട്ടോ. ഒരാൾ മതിയായ രീതിയിൽ ഉറങ്ങി, അത് ഓർമ്മയെ ബാധിക്കില്ല കേട്ടോ, ഓർമ്മയെ ബാധിക്കില്ല. ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ. അവിടെ വേറെ എന്തോ വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ്. ശരിയായിട്ടുള്ള ഉറക്കമുണ്ട് എങ്കിൽ മറവി ഉണ്ടാകില്ല. ദെൻ എ പേഴ്സൺ ഫോർഗെറ്റിംഗ് ഹിസ് നെയിം ഡ്യൂ ടു? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മോബിഡ് ഫോർഗെറ്റിംഗ്. അടുത്തൊരു ചോദ്യം, വാട്ട് ലീഡ്സ് ടു മാക്സിമം ഇന്റർഫറൻസ് അക്കോർഡിംഗ് ടു ഇന്റർഫറൻസ് തിയറി? തടസ്സമുണ്ടാകുന്നതിൽ ഏറ്റവും കൂടുതൽ തടസ്സമുണ്ടാകാൻ കാരണം എന്താണ്? സിമിലർ എക്സ്പീരിയൻസസ് ഉണ്ടാകുന്ന സമയത്താണ് അല്ലെ? ഒരേപോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ തടസ്സമുണ്ടാകാനുള്ള സാധ്യത കൂടുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദെൻ ദ വീക്കനിങ് ഓഫ് ദ മെമ്മറി ട്രേസസ് ഓവർ ടൈം ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്? സമയം കൂടുന്നതിനനുസരിച്ചും നമ്മുടെ മെമ്മറി ട്രേസസ് മാഞ്ഞു പോകുന്നു. അതിന് നമ്മൾ പറയുന്ന പേര് ട്രേസ് ഡിക്കേ തിയറിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദെൻ ലാപ്സ് ഓഫ് ടൈം ലീഡ്സ് ടു ഫോർഗെറ്റിംഗ് ആണ്ടോ? നേരത്തെ പറഞ്ഞ അതേ സാധനം, സമയം കടന്നു പോകുന്നതിനനുസരിച്ച് മറവി ഉണ്ടാകുന്നു എങ്കിൽ അത് ട്രേസ് ഡിക്കേ തിയറിയാണ്. അത് രണ്ട് തരത്തിൽ ചോദ്യം വന്നു എന്ന് മാത്രം.
Then which type of forgetting is explained as a mental safeguard against emotional pain? വേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് കൊണ്ടുവരുന്ന ഒരു പരിചയമാണ് റിപ്രഷൻ അല്ലെ. വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടാകുന്ന ഒരു പരിചയമാണ് റിപ്രഷൻ അല്ലെ. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മൾ മറന്നു പോകുന്നത്. സോ നമ്മുടെ മനസ്സിനെ സേഫ് ചെയ്യുന്ന ഒരു മെന്റൽ മെക്കാനിസം കൂടിയാണ് റിപ്രഷൻ. ദെൻ ഇനി കുറച്ച് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലേക്ക് വരാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് നാച്ചുറൽ ആൻഡ് മോർബിഡ് ഫോർഗെറ്റിംഗ്. നാച്ചുറൽ മോർബിഡ് ഫോർഗെറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെ? ഒന്നാമത്തത്, നാച്ചുറൽ ഫോർഗെറ്റിംഗ് ഒക്കേഴ്സ് ഇന്റൻഷനലി എന്ന് പറയുമ്പോൾ തെറ്റാണ്. ഒരാൾ ഉദ്ദേശിച്ചത് കൊണ്ടല്ല അത് സംഭവിക്കുന്നത്. അപ്പോൾ ഒന്ന് തെറ്റാണ്, ഒന്നുള്ളത് വെട്ടാം അല്ലേ. അയാൾ അറിയാതെ ഉണ്ടാകുന്ന മറവിയാണ് നാച്ചുറൽ ഫോർഗെറ്റിംഗ്. ദെൻ മോർബിഡ് ഫോർഗെറ്റിംഗ് ഈസ് ഓഫൻ റിലേറ്റ് ടു റിപ്രഷൻ ഓർ സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസം. മോർബിഡ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് റിപ്രഷൻ കാരണമായിട്ടോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസം കാരണമായിട്ടോ ഉണ്ടാകുന്നതാണ് എന്ന് പറയുമ്പോൾ ഓക്കെയാണ് അല്ലേ. രണ്ടാമത്തത് ഓക്കെയാണ്. അപ്പോൾ സൈക്കോളജിക്കൽ റീസൺ ആണല്ലോ. സൈക്കോളജിക്കൽ റീസൺ കാരണമായിട്ടുണ്ടാകുന്നത് മോർബിഡ് ഫോർഗെറ്റിംഗ് ആണ്. ദെൻ നാച്ചുറൽ ഫോർഗെറ്റിംഗ് ഈസ് എ നോർമൽ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ഓവർ ടൈം. നാച്ചുറൽ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മറവിയാണെന്ന് പറയുമ്പോൾ അത് ശരിയാണ്. ദെൻ മോർബിഡ് ഫോർഗെറ്റിംഗ് നെവർ ഇൻവോൾവ്സ് ഇമോഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. ഇമോഷണൽ കോൺഫ്ലിക്റ്റ് കാരണമായിട്ട് മോർബിഡ് ഫോർഗെറ്റിംഗ് ഉണ്ടാകാം അല്ല. അപ്പോൾ വ്യക്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാരണമായിട്ട് ഉണ്ടാകുന്ന ഒരു ഫോർഗെറ്റിംഗ് കൂടിയാണ് മോർബിഡ് ഫോർഗെറ്റിംഗ്. അപ്പോൾ 2ഉം 3ഉം മാത്രമാണ് ശരി. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ദ ഇന്റർഫറൻസ് തിയറി. ഇന്റർഫറൻസ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതോ? പ്രൊആക്റ്റീവ് ഇൻഹിബിഷൻ ഒക്കേഴ്സ് വെൻ ന്യൂ ലേണിംഗ് ഇന്റർവേർട്സ് വിത്ത് ഓൾഡ് ലേണിംഗ്. പുതുതായിട്ട് പഠിച്ച കാര്യം. അപ്പോൾ രണ്ടാമത് പഠിച്ച കാര്യം ഒന്നാമത് പഠിച്ച കാര്യത്തെ തടസ്സമുണ്ടാക്കുന്നു എങ്കിൽ അത് പ്രൊആക്റ്റീവ് ആണോ? അല്ല അല്ലെ. ന്യൂ ലേണിംഗ് ആണ് ആക്റ്റീവ്. അപ്പോൾ രണ്ടാമത്തതാണ് ആക്റ്റീവ്. രണ്ടാമത്തത് ആക്റ്റീവ് ആണെങ്കിൽ അത് റെട്രോ ആക്റ്റീവ് ആണ്. അപ്പോൾ ഒന്നാമത്തത് തെറ്റി. അപ്പോൾ നമുക്ക് ഒന്നില്ലാത്തത് വെട്ടാം. ദെൻ റെട്രോആക്റ്റീവ് ഇൻഹിബിഷൻ ഒക്കേഴ്സ് വെൻ ന്യൂ ലേണിംഗ് അഫക്ട്സ് ദ റിക്കോൾ ഓഫ് ഓൾഡ് ഇൻഫോർമേഷൻ. അത് കറക്റ്റ് ആണ് അല്ലേ. റെട്രോആക്റ്റീവ് എന്ന് പറയുമ്പോൾ ന്യൂ ലേണിംഗ് ആണ്, അഥവാ രണ്ടാമത് പഠിച്ചതാണ് ഒന്നാമത് പഠിച്ചതിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓക്കെയാണ്, അത് ശരിയാണ്. അപ്പോൾ 2 ഓപ്ഷനിൽ വരാൻ പറ്റില്ല. സോ ഉത്തരം അവിടെ കിട്ടി. 1ഉം 4ഉം ആണ് തെറ്റ്. ദെൻ ഇൻഫറൻസ് തിയറി ഈസ് ആപ്ലിക്കബിൾ ടു ബോത്ത് STM ആൻഡ് LTM എന്ന് പറയുന്നത് ശരിയാണ്. ദെൻ ഡിസിമിലർ എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ് മോർ ഇന്റർഫറൻസ് ദാൻ സിമിലർ വൺസ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസുകളിലാണ് ഇന്റർഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. സെറ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു ന്യൂ ലേണിംഗ്, ഓൾഡ് ലേണിംഗ് അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണേ. ന്യൂ ലേണിംഗ് ആണ് നമ്മൾ രണ്ടാമത് പഠിച്ച കാര്യം. ഓൾഡ് ലേണിംഗ് ആദ്യം പഠിച്ച കാര്യം. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു പോയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ സ്ലിപ്പ് ഓഫ് ദി ടങ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ട്രേസ് ഡീകേ തിയറി. ട്രേസ് ഡീകേ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇറ്റ് സജസ്റ്റ് ദാറ്റ് മെമ്മറി ഫെയ്ഡ്സ് ബിക്കോസ് ഓഫ് ഇന്റർഫറൻസ് ഫ്രം ന്യൂ ലേണിംഗ്. ട്രേസ് ഡീകേ തിയറിയിൽ അതല്ല പറയുന്നത് അല്ലേ. ഇന്റർഫറൻസ് തിയറിയിലാണത് വരുന്നത്. അപ്പോൾ 1 തെറ്റാണ്. അപ്പോൾ 1 നമുക്ക് വേണം. ട്രേസ് ഡീകേ അപ്ലൈസ് ബെസ്റ്റ് ടു ലോങ് ടേം മെമ്മറി. ട്രേസ് ഡീകേ ലോങ് ടേം മെമ്മറിയിലല്ല, ഷോർട്ട് ടേം മെമ്മറിയിലാണ് ആപ്ലിക്കബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 തെറ്റാണ്. അപ്പോൾ 2 നമുക്ക് വേണം, 2 ഇല്ലാത്തത് വെട്ടാം. ആൻസർ 1ഉം 2ഉം ആണ് തെറ്റ്. റിപ്പീറ്റേഷൻ ആൻഡ് റിഹേഴ്സൽ ക്യാൻ ഹെൽപ്പ് പ്രിവെന്റ് ഡീകേ എന്ന് പറയുമ്പോൾ ശരിയാണ്. റിപ്പീറ്റും റിഹേഴ്സലും ഉണ്ടെങ്കിൽ നമുക്ക് മറവിയെ പ്രതിരോധിക്കാൻ കഴിയുന്നു. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഫേഡിംഗ് ഓഫ് മെമ്മറി ട്രേസസ് ഡ്യൂ ടു ഡിസ്യൂസ് ഓവർ ടൈം അല്ലെ. സമയം കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്താണ് മെമ്മറി ട്രേസസ് മാഞ്ഞു പോകുന്നതും മറവി സംഭവിക്കുന്നതും. അതും ശരിയാണ്. സെറ്റ് അല്ലേ? ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് റിപ്രഷൻ തിയറി. റിപ്രഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. റിപ്രഷൻ ഈസ് എ കോൺഷ്യസ് എഫേർട്ട് ടു ഫോർഗെറ്റ് പെയിൻഫുൾ മെമ്മറീസ്. കോൺഷ്യസ് എഫേർട്ട് ആണോ? അൺകോൺഷ്യസ് എഫേർട്ട് ആണ് കേട്ടോ. അൺകോൺഷ്യസ് എഫേർട്ട്. ഇവിടെ വ്യക്തിക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിക്ക് പങ്കുണ്ട്. അവനിലൊരു ഇമോഷണൽ ഷോക്ക് ഉണ്ടാകുന്നു എന്ന പങ്കുണ്ട്. പക്ഷെ അവിടെ അവൻ എഫേർട്ട് ഇടുന്നത് അവൻ പോലും അറിയാതെയാണ് കേട്ടോ. അൺകോൺഷ്യസ് എഫേർട്ടാണ്. ഒരു ഇൻഡിവിജ്വലിന്റെ എഫേർട്ട് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അൺകോൺഷ്യസ് എഫേർട്ടാണ് ഉണ്ടാകുന്നത് എന്ന് പഠിച്ചു വെക്കണേ. അപ്പോൾ 1 തെറ്റാണ്. ദെൻ അപ്പോൾ 1 നമുക്ക് വെട്ടാം. Then Freud's theory suggests that painful experiences are pushed into the unconscious. അല്ലെ, വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ അബോധ മനസ്സിലേക്ക് നമ്മൾ തള്ളുന്നു എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയിൽ തന്നെയാണ്. അപ്പോൾ 2 ശരിയാണ്, 2 ഇല്ലാത്തത് വെട്ടാം. ഉത്തരം കൺഫേം ആയി. ഇമോഷണൽ ഷോക്സ് ക്യാൻ കോസ് മോർബിഡ് ഫോർഗെറ്റിംഗ്. ശരിയല്ലേ?
മോബിഡ് ഫോർഗെറ്റിങ്ങിനുള്ളൊരു കാരണം ഇമോഷണൽ ഷോക്കാണ്. റിപ്രഷൻ ഈസ് ഓൺലി അഫക്ട് ഷോർട്ട് ടേം മെമ്മറി, അത് തെറ്റാണ്. ലോങ് ടേം മെമ്മറിയെയും അത് ബാധിക്കും. ഇതിനടുത്ത കുറച്ച് പ്രസ്താവന ചോദ്യങ്ങളാണ്. അസേർഷൻ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. റിഹേഴ്സൽ ഓഫ് ലേൺഡ് മെറ്റീരിയൽ ക്യാൻ റെഡ്യൂസ് ദ എഫക്ട് ഓഫ് ദ ട്രേസ് ഡീകേ. ശരിയല്ലേ? നമ്മൾ റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ ട്രേസ് ഡീകേയെ തടയാൻ കഴിയുന്നു. ദെൻ റിപ്പീറ്റേഷൻ ഹെൽപ്സ് ടു സ്ട്രെങ്തൻ ദ മെമ്മറി ട്രേസസ് ഇൻ ദ ബ്രെയിൻ. അതും ശരിയല്ലേ? റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിലെ ട്രേസ് ഡീകേ ചെയ്യില്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ട്രെങ്തൻ ആകും. അപ്പോൾ രണ്ടും കറക്റ്റാണ് അല്ലെ? കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ദെൻ അടുത്ത അസേർഷൻ ഇന്റർഫറൻസ് ഒക്യൂസ് മോർ വെൻ ലേണിംഗ് എക്സ്പീരിയൻസ് ആർ സിമിലർ ഇൻ നാച്ചർ. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇന്റർഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന. റീസൺ സിമിലർ എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ് ഗ്രേറ്റർ കൺഫ്യൂഷൻ ഇൻ മെമ്മറി പ്രോസസ്സിംഗ്. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അത് രണ്ടും പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കൂടുതലുണ്ടാകും. അതുകൊണ്ടാണ് ഒന്ന് മറ്റൊന്നിനെ തടസ്സപ്പെടുത്തുന്നത്. അപ്പോൾ അസേർഷനും റീസണിങ്ങും കറക്റ്റാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ദെൻ അടുത്തത് അസേർഷൻ റിപ്രഷൻ തിയറി എക്സ്പ്ലെയിൻസ് ഫോർഗെറ്റിംഗ് ആസ് എ ബയോളജിക്കൽ ഫെയിലിയർ ഓഫ് മെമ്മറി. റിപ്രഷൻ തിയറിയിൽ അങ്ങനെയാണോ പറയുന്നത്? അല്ല. ഫോർഗെറ്റിംഗ് ആസ് എ ബയോളജിക്കൽ ഫെയിലിയർ ഓഫ് മെമ്മറി ആയിട്ടാണോ? ഇമോഷൻ ആയിട്ട് ബന്ധപ്പെട്ട സാധനമാണ് റിപ്രഷൻ. അപ്പോൾ അത് തെറ്റാണ്. ദെൻ റിപ്രഷൻ ഈസ് കോസ്ഡ് ഡ്യൂ ടു മാൽ ഫംഗ്ഷനിങ് ഓഫ് ബ്രെയിൻ സെൽസ്. അതും തെറ്റാണ്. രണ്ടും തെറ്റാണ് അല്ലെ? റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് കാരണമായിട്ട് നമ്മൾ നമ്മുടെ മെമ്മറീസിനെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളുന്നു. അതിനാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുമായിട്ട് അതിനൊരു ബന്ധവും ഇല്ല. ദെൻ അടുത്തത് റിട്രാക്റ്റീവ് ഇൻഹിബിഷൻ അഫക്ട്സ് ഓൾഡ് മെമ്മറീസ്. റിട്രാക്റ്റീവ് ഇൻഹിബിഷൻ ബാധിക്കുന്നത് ഓൾഡ് മെമ്മറിയാണ്, അഥവാ ഓൾഡ് മെമ്മറിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മാഞ്ഞു പോകുന്നത്. ശരിയല്ലേ? രണ്ടാമത്തത് ആക്റ്റീവ്, റിട്രാക്റ്റീവ്. അപ്പോൾ പുതിയതാണ് ആക്റ്റീവ്, പഴയത് മറന്നു പോകുന്നു. അപ്പോൾ അത് ശരിയാണ്. ദെൻ ന്യൂലി അക്വേർഡ് ലേണിംഗ് ഇന്റർഫറൻസ് വിത്ത് ദ റീകാൾ ഓഫ് പ്രീവിയസ്ലി ലേൺഡ് ഇൻഫോർമേഷൻ. പുതുതായിട്ട് പഠിച്ചൊരു കാര്യം അത് പഴയ കാര്യം ഓർക്കുന്നതിൽ നിന്നും തടസ്സം ഉണ്ടാക്കുന്നു. അതും ശരിയാണ് അല്ലേ? പുതുതായിട്ടൊരു കാര്യം പഠിച്ചാൽ ഒരു പക്ഷേ അത് മുൻപ് പഠിച്ച കാര്യം ഓർത്തെടുക്കുന്നതിൽ നിന്നും നമ്മളെ തടസ്സപ്പെടുത്തുന്നു. അതും ശരിയാണ്. ദെൻ അടുത്തത് അസോഷൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഡു നോട്ട് ഇൻഫ്ലുവൻസ് മെമ്മറി എന്ന് പറയുമ്പോൾ തെറ്റാണ്. അവ മെമ്മറിയെ ബാധിക്കുന്നുണ്ട്. സ്ട്രെസ്സും ആങ്സൈറ്റിയും കൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓർമ്മക്കുറവുണ്ടാകുന്നു. ഫോർഗെറ്റിംഗ് ഇസ് സോളോലി കോസ്ഡ് ബൈ ബയോളജിക്കൽ ഡിക്കേ ഓഫ് മെമ്മറി ട്രേസസ്. അതും തെറ്റാണ്. ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഡിക്കേ മാത്രമല്ല, സൈക്കോളജിക്കൽ റീസൺസും അതിൻ്റെ പിന്നാലെയുണ്ട്. അപ്പോൾ അസേർഷനും റീസണിങ്ങും തെറ്റാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഫോർഗെറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.